ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുന്ന അല്ലാഹുവിനെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്, കുളിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി പ്രാഥമികമായ അറിവുകൾ പഠിപ്പിക്കുന്ന മദ്രസ, അതിനോടനുബന്ധിച്ച് അതിൻ്റെ നടത്തിപ്പിന് എന്തെങ്കിലും സ്വരൂപിക്കണം എന്ന ഉദ്ദേശവും കൂടി വെച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇൽമിന്റെ മജ്ലിസാണ് നമ്മുടേത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും എല്ലാ മദ്രസകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്യുമാറാണ്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു വലിയ നിഅമത്ത് ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് വലിയ നിഅമത്താണ്, ചെറുതല്ല. ഞാനിപ്പോൾ വരുന്ന സ്ഥലത്ത് വെച്ചും പറഞ്ഞു, അല്ലാഹു തആല നമ്മെ മനുഷ്യരാശിയെ സൃഷ്ടിച്ചു, വലിയ നിഅമത്താണ്. അല്ലാഹു നമ്മളെ മനുഷ്യരാശി. ലോകത്ത് എന്തെല്ലാം ജീവികളും നമുക്കറിയാം. ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ, ഒരു വലിയൊരു ഡോക്ടർ അദ്ദേഹത്തെ സമീപിക്കാൻ പറഞ്ഞു. ഇതിലന്ന് എനിക്ക് നോമ്പുള്ളത് കൊണ്ട് അല്ലെ എന്തോ ഒരു കാരണത്താൽ നോമ്പിനെ പറ്റി ചർച്ച ചെയ്തു. അപ്പൊ അദ്ദേഹം എന്നോട് നോമ്പ് വളരെ നല്ലതാണ്, ശരീരത്തിൽ എടുത്ത് ഉപയോഗിച്ചു പോകേണ്ട ഒരുപാട് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും, അതൊക്കെ നോമ്പ് വെച്ചാൽ ഇങ്ങനെ എടുത്ത് ചെലവായി പോകും. അങ്ങനെ ചെലവായി പോയാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ നോമ്പെടുക്കുന്ന എന്തിനാ സ്വർഗ്ഗത്തിൽ കടക്കാൻ വേണ്ടിയാണോ ചോദിച്ചത്? നമ്മൾ അതിന്റെ ആരോഗ്യപരമായ ഗുണം പഠിച്ചിട്ട് അവയെ നോമ്പെടുക്കുന്നതല്ലോ, നിങ്ങളെന്തോ കല നോമ്പെടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് സ്വർഗ്ഗത്തിൽ കടക്കാനല്ല, പിന്നെ എന്തിനാ അന്വേഷിക്കാറ്? നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നിശ്ചാദ പിന്നെ പറയുന്നത്? ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ കിടക്കാനല്ല, അള്ളാനെ കാണാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ കാണാൻ വേണ്ടിയാണ്. എന്ന് പല കാരണങ്ങളും കൊണ്ട് അസൗലി വാന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തന്നെ. പക്ഷേ ചില കാര്യങ്ങളെ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നത് അതിന്റെ ബഹുമാനം അറിയിക്കാൻ. ഉദാഹരണത്തിന്, നമ്മളെ വീടൊക്കെ അള്ളാന്റെ വീട് തന്നെ, അള്ളാന്റെ അല്ലാതെ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ പള്ളിയെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി അള്ളാന്റെ വീട് എന്ന് പറയും. അതെന്താണ്? അതിന്റെ ബഹുമാനം അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. അതുപോലെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ആത്മാവ്, അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയും. എല്ലാവരുടെ റൂഹ് അല്ലാഹു കൊടുത്ത തന്നെ, ഈസാ നബി അലൈഹി സ്വലാമിന്റെ മാത്രമൊന്നുമല്ല. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാചകമാണ് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇതുപോലെ ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞാൽ അതിന് ഉദാഹരണത്തിന് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം. ബാക്കിയുള്ള മാസക്കാരനാണ്. പക്ഷേ മുഹറം മാസത്തിന്റെ ബഹുമാനം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് അല്ലാഹുവിന്റെ മാസം അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. ഇങ്ങനെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞൊരു വിഷയമാണ് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. ഒരു കാരണം. മറ്റൊന്ന്, നിസ്കരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, ഹജ്ജ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും, സക്കാത്ത് കൊടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാം ഫോട്ടോ. നോമ്പെടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. ആരെങ്കിലും ഒരാൾ നോമ്പുകാരനാണെന്നല്ലോ ഫോട്ടോത്തിൽ കാണിക്കാൻ. നോമ്പ് എടുക്കുന്നു എന്നത് ഫോട്ടോത്തിൽ കാണിക്കാൻ, ഫോട്ടോ എടുക്കാൻ കഴിയില്ല, ക്യാമറ പതിവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
ഒരുത്തൻ നോമ്പുകാരനാണോ അല്ലേ എന്നത് അള്ളാഹുവിന്റെ മാത്രമേ അറിയൂ. മറ്റുള്ളവരുടെ മുമ്പിൽ അത് നോമ്പുകാരനാണ് എന്നത് തെളിയിക്കാൻ പറ്റുന്നതല്ല. അത് പടച്ചവനും അവനും തമ്മിൽ പ്രത്യേകം സ്പെഷ്യൽ ബന്ധമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. എന്റെ ഒരു ഉസ്താദ് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ തന്നെ വാന ഉജ്സബിഹി, എന്നെയാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്നും ഉണ്ട് എന്ന് പറഞ്ഞു. ആന ഉജ്സബിഹി, അതായത് എന്നെ കാണിച്ചു കൊടുക്കലാണ് അതിന്റെ പ്രതിഫലം എന്നർത്ഥം. ലിസ്സായിമി ഫർഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. അതിൽ ഒന്ന് അവൻ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. മറ്റൊന്ന് അവന്റെ റബ്ബിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമാണ്. അങ്ങനെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമ്പെടുക്കുന്നവന് അല്ലാഹുവിനെ കാണാൻ കഴിയും. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, അപ്പൊ അള്ളാഹിനെ കാണുമെന്ന് ചോദിച്ചു. അള്ളാഹുവിനെ കാണുന്നത് അയാൾ മുസ്ലിം സമൂഹത്തിലാണ്. അള്ളാഹുവിനെ കാണുമോ, ദൈവത്തെ കാണുമെന്ന് ചോദിച്ചു. അയാൾ കാണുമെന്ന് പറഞ്ഞു. അയാളുടെ ഭാഷയിൽ ദൈവം എന്ന് പറഞ്ഞു, നമ്മുടെ അള്ളാഹ് പറഞ്ഞു കാണുക. അപ്പോ അദ്ദേഹം അങ്ങനെയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അള്ളാഹിനെ കാണുന്നതാണ്. മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, പുത്തനാശയക്കാരി, ഖബറിലെ അദാബില്ല, ഔലിയാക്കൾക്ക് ഇറാമത്തില്ല എന്നൊക്കെ വാദിച്ച മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ജാതി വിവരമില്ലാത്ത കമ്പനി. അവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടിച്ചത് അവരാണ്. മുഹമ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെ തലവെട്ടി കൊന്നുകളഞ്ഞു. കൊന്നപ്പോൾ ആ തല മറവ് ചെയ്യുന്നത് വരെ പരിശുദ്ധ ഖുർആൻ ഓതി. തലവെട്ടിയെടുത്തപ്പോ തല ഇങ്ങനെ ഖുർആൻ. അങ്ങനെയുള്ള മഹാന്മാരെ കൊന്നുകളഞ്ഞ മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാർ, ആ പുത്തനാശയക്കാർക്ക് ഒരു വാദം ഉണ്ട്, അല്ലാഹുവിനെ കാണാൻ കഴിയില്ല എന്ന വാദം ഉണ്ട്. അതാണ് ബദുല്ലമാലിൽ പറഞ്ഞത്, യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഅവഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഅ്തിസാലി. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണും. അത് ബദുൽ അമലിൽ പറഞ്ഞത് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിലെ ഹദീസിലുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14-ാം രാവിന്റെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരും തിക്കും തിരക്കും കൂട്ടാറില്ല. അതിനാരും പ്രത്യേകം ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കേണ്ടതില്ല. വളരെ സൗകര്യപൂർവ്വം നിങ്ങൾക്ക് 14-ാം രാവിന്റെ ചന്ദ്രനെ കാണാൻ കഴിയും. അതേ സമയത്ത് 1-ാം ദിവസത്തെ ബാലചന്ദ്രനെ കാണാൻ പലർക്കും നോക്കിയാൽ തന്നെ കാണൂല, കണ്ടവൻ തന്നെ മറ്റൊരു കാണിച്ചു കൊടുത്താൽ കാണൂല. അതുകൊണ്ടാണല്ലോ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നത്. അതേസമയത്ത് 14-ാം രാവിന്റെ ചന്ദ്രനെ കണ്ടു എന്നതിനെ സംബന്ധിച്ചൊരു തർക്കവും നടക്കാറില്ല. കാരണം വളരെ സൗകര്യപൂർവ്വം ആർക്കും കാണാൻ കഴിയും. അതുപോലെ ഒരു പ്രയാസവുമില്ലാതെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷപൂർവ്വം സൗകര്യപൂർവ്വം അല്ലാഹുവിനെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ വജൂഹു യൗമൈദിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ, പ്രശോഭിതമായ സന്തോഷമുള്ള മുഖങ്ങൾ ആ മുഖത്തിന്റെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെന്ന് പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നു. ആകയാൽ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിനെ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല. കാരണം ഇവിടെ അല്ലാഹുവിനെ കാണാൻ പറ്റുന്ന കണ്ണ് നമുക്ക് ഇല്ല. ഏതൊരു സാധനത്തിന് കാണാൻ പറ്റുന്ന ഉപകരണം ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അതിന് പറ്റുന്ന ഉപകരണമില്ല. അല്ലാഹുവിനെ നമുക്കെന്ന കണ്ണ് ഇവിടെ അല്ലാഹുവിനെ കാണാൻ പറ്റുന്ന കണ്ണല്ല. ഇവിടെ അല്ലാഹുവിനെ കാണാൻ പോയിട്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളെ തന്നെ എല്ലാം കാണും. ഇല്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളെ നമ്മൾ കാണുന്നു. ഇവിടെ ഈ ലൈറ്റ് കത്തിക്കുന്നു, ഈ മൈക്ക് വർക്ക് ചെയ്യുന്നു, ഒക്കെ കറണ്ട് പ്രവഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും ഇന്ന് വരെ കറണ്ട് നമ്മളാണ്. നിങ്ങളാർക്കും കറണ്ട് കണ്ടിട്ടില്ല. കറണ്ടിന്റെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്, കറണ്ട് കണ്ടിട്ടില്ല. കറണ്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി ടെസ്റ്റർ എടുത്തിട്ട് കുത്തി നോക്കിയാൽ കറണ്ട് കാണും. ഇനിയും കറണ്ട് കാണൂല, കറണ്ട് കൊണ്ട് കത്തുന്നതേ കാണൂലേ.
കരണ്ട് തന്നെ സാധനം കാണുമല്ലോ. കരണ്ട് തന്നെ സാധനം കാണുക പിന്നെ ടെസ്റ്റിലിട്ട് കുത്തിക്കൊണ്ടല്ലോ ഇങ്ങനെ കണ്ണട വെച്ച് നോക്കിയാൽ പോലെ കരണ്ട് ഉണ്ടോ. അപ്പൊ കരണ്ട് തന്നെ സാധനം കാണുന്നില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഉണ്ട് എന്ന് ഉറപ്പാണ്. ഉണ്ട് എന്ന് ഉറപ്പാണ്. നമ്മൾ വീട്ടിൽ കയറി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് തൊള്ളയിൽ വെക്കാൻ നോക്കല്ലേ ലൈറ്റ് പോയത്. അപ്പൊ പറഞ്ഞ കരണ്ട് പോയില്ലേ. അപ്പൊ കരണ്ട് പോന്നും കൂടി കണ്ടിട്ടില്ല. നമ്മൾ ഇല്ല, പോയത് അറിഞ്ഞിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ലൈറ്റ് അണിഞ്ഞു പോയത് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി കരണ്ട് പോയി. രണ്ടാമത് വന്നപ്പോ കരണ്ട് വന്നു എന്ന് പറഞ്ഞു. കരണ്ട് വന്നു എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്ത് വന്നു എന്നല്ല. നമ്മളങ്ങനെ ലൈറ്റ് കത്തിയപ്പോ കരണ്ട് വന്നു എന്ന് മനസ്സിലാക്കി. അത് കരണ്ട് കണ്ടിട്ടില്ല, അപ്പോഴും കണ്ടിട്ടില്ല. അതുകൊണ്ട് കരണ്ട് കാണാത്തത് കൊണ്ട് കരണ്ട് എന്ന ഒരു സാധനം ഇല്ല എന്ന് ഒരു മനുഷ്യൻ ബാധിച്ചാലോ അവനെ കരണ്ട് വെക്കണം. അവൻ ബുദ്ധിയില്ലാത്തവനാണ്. അപ്പൊ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയാത്തതുണ്ട്. മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഇല്ലാത്തത് കാണുകയും ചെയ്യില്ല. ഉള്ളത് ചിലപ്പോ കാണുന്നില്ല, ഇല്ലാത്തത് കാണുന്നു. ഇന്നലെ ഒരാൾ ഉറക്കിൽ സ്വപ്നം കണ്ട് റൂമിന്റെ ഉള്ളിൽ ഭാര്യ അയാൾ കൂടി ഒറ്റയ്ക്ക് AC റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോ സ്വപ്നം കണ്ട് ആന വരുന്നത് സ്വപ്നം കണ്ട്. ആന വന്നിട്ട് അയാളെ കുത്താൻ നോക്കി. അയാൾ ഭാര്യ ബഹളം വെച്ച് അട്ടഹസിച്ച്. അപ്പൊ ഭാര്യ നിങ്ങളെന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? കുട്ടികൾ വിചാരിക്കുക ഞാനെന്തോ ചെയ്തതാണ്. അപ്പൊ ഇയാൾ ഉറക്ക് തീർന്നിട്ട് ആനാന്നുണ്ട്. ആന ഇതിന്റെ ഉള്ളിൽ എന്താ ആന? ഉയ്യാന പോലും വന്നിട്ടില്ല. പക്ഷേ ഇല്ലാത്തത് കണ്ടു അല്ലേ? ഇല്ലാത്തത് കാണുന്നുകൊണ്ട് ഉള്ളത് കാണാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ കണ്ടും അങ്ങനത്തെ ലോകവുമാണ് ഇത്. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് അല്ലാഹുവിനെ കാണാനുള്ള കണ്ണ് ഇല്ലാത്തതിനാൽ ഇവിടെ അല്ലാഹുവിനെ അവൻ കാണിച്ചു തരുന്നില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി അങ്ങേയറ്റത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. അല്ലാഹുവിനെ എന്നെ കാണൂല എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് എന്നെ ഇപ്പൊ കാണാൻ കഴിയൂല എന്നാണ് പറയുന്നത്. എന്നെ കാണൂല തീരെ കാണൂല എന്നായിപ്പോലെ. കാണേണ്ട സമയത്ത് കാണാൻ കഴിയും, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നെ. മറ്റൊന്നും കൂടിയുണ്ട്. അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ഇസ്രാ മിഅ്റാജിന്റെ അന്ന് അല്ലാഹു തആല കാണാൻ അവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല എന്ന് പറയാതിരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നേ പറഞ്ഞത്. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ പർവ്വതത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ട് പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ പർവ്വതം അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാൻ പോയിട്ട് ആ പർവ്വതത്തിലേക്ക് അല്ലാഹുവിന്റെ ഒരു ചെറിയ തജല്ലി ഉണ്ടായപ്പോൾ പർവ്വതം തന്നെ നോക്കി നിൽക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചില്ല. അല്ലാഹുവിനെ കാണാനോ നോക്കാനോ കഴിഞ്ഞില്ല എന്നല്ല, പർവ്വതം തന്നെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം ബോധം കെട്ട് വീണുപോയി. നമുക്ക് ഇവിടെ അതിനുള്ള ശക്തിയില്ല. നമ്മുടെ കണ്ണിന് കാണാൻ ശക്തിയില്ലാത്തത് കൊണ്ട് ഇവിടെ കാണൂല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ നിലയ്ക്ക് നമ്മുടെ കണ്ണിന് ശക്തിയും മറ്റു പലതും തരുന്ന ഒരു സന്ദർഭമാണ് ആരത്മീക ലോകം. അവിടെ വെച്ച് യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി فينسون النعيم إذا رأوه فيا خسران أهل الاتزال. ഈമാനുള്ള മുത്തഖീകളായ ജനങ്ങൾ അല്ലാഹുവിനെ കാണും. അപ്പോൾ സ്വർഗത്തിലുള്ള എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും അവർ മറന്നുപോകും. അത്രയും ആനന്ദമുള്ള സമയമാണത്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, തെറ്റുകൾ വന്നുപോയവരാണ്. പക്ഷേ നീ ഇല്ല എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക് അങ്ങനെയും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. നിന്നെ ചോദ്യം ചെയ്യണമെന്ന നിലയ്ക്ക് തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ദുർബലന്മാരായ അടിമകളാണ്. ഞങ്ങളെ വിവരക്കേട് കൊണ്ട് ചിന്തക്കുറവ് കൊണ്ട് ശൈത്താൻ ഞങ്ങളെ വഞ്ചിച്ച് ഞങ്ങളെ തടിഹബക്ക് വഴിപ്പെട്ട് ഞങ്ങൾ പലതിലും കുടുങ്ങിപ്പോയി. അങ്ങനെ ചിലപ്പോൾ ഈ സദസ്സിൽ ഞങ്ങളിൽ പലരും നിസ്കാരം ഒഴിഞ്ഞു പോയവരുണ്ടാകാം, അളവ് പറഞ്ഞു പോയവരുണ്ടാകാം, അതേ അതിലും വലിയ തെറ്റുകൾ വന്നു പോയവരുണ്ടാകാം, മദ്യപിച്ചു പോയവരുണ്ടാകാം, അതുപോലെ പല തെറ്റും വന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകാം. ഞങ്ങൾക്കെല്ലാം മാപ്പ് തരാൻ അധികാരമുള്ള
രാജാവല്ലേ നീ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും മാപ്പ് നൽകി ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്ന, ഞങ്ങൾക്ക് കാണാൻ കണ്ണ് തന്ന, കേൾക്കാൻ കാത് തന്ന, സംസാരിക്കാൻ നാവ് തന്ന, ചിന്തിക്കാൻ മനസ്സ് തന്ന, നടക്കാൻ കാല് തന്ന, പിടിക്കാൻ കൈ തന്ന, ഞങ്ങൾക്ക് എല്ലാം എല്ലാം തന്നിട്ടുള്ള രാജാവായ നീ, നിന്നെ കാണാൻ ഞങ്ങൾക്ക് ആശയുണ്ട്. ഞങ്ങൾക്കൊക്കെയും നിന്നെ കാണാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്കും നീ നിന്നെ കാണാൻ അവസരം തരണേ റഹ്മാനേ. അതൊരു ചെറിയ വിഷയമല്ല. മഖ്സൂദുഹും ജന്നത്തു അദ്നി വലൽ നൂറുൽ ഹിസാൻ വലൽ ഖിയാമ സിവാ നദിരിൽ ജലീലി വദാമുനാഹും വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമ. വലിയ മഹാന്മാർ അവരുടെ സൽക്കർമ്മം കൊണ്ട് ലക്ഷ്യം വെച്ചത് തന്നെ അല്ലാഹുവിനെ കാണുക എന്നതാണ്. സ്വർഗത്തിൽ കടക്കലും നരകത്തിൽ ഒഴിവാകലും ഒന്നും അല്ല. കാരണം സ്വർഗത്തിൽ കടക്കാൻ കാര്യലാഭം ഉദ്ദേശിക്കലാണ്. നരകത്തിൽ കടക്കുന്നത് പേടിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ സൃഷ്ടിയെ പേടിക്കലാണ്. അതേ സമയത്ത് സൃഷ്ടാവായ അല്ലാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, അല്ലാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടിയാണ് അമൽ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പരിപൂർണമായ രൂപം. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കേണ്ടെന്നല്ല, നരകം ഭയപ്പെടേണ്ടതല്ല. അതൊക്കെ അല്ലാഹുവിനെ പേടിച്ചിട്ട് നരകത്തിനെ പേടിക്കുകയാണ്. അല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗം സ്നേഹിക്കുകയാണ്, അല്ലാതെ അല്ലാഹുവിനെ തള്ളിയിട്ടല്ല. നരകത്ത് കടന്നാൽ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ലേ നരകത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നരകത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നമൂദ് കൊണ്ട് തീയിലിട്ടില്ലേ, എന്നിട്ട് കൊള്ളിയോ? അല്ലാഹു ഉദ്ദേശിക്കാതെ കൊള്ളും. ഒരു നരകത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലാഹു ഉദ്ദേശിക്കാതെ. ഒരു സ്വർഗത്തിലെത്തിയാലും അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടുകയില്ല. അപ്പൊ പിന്നെ അല്ലാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിലേക്കാണ് മനുഷ്യന്റെ ഖൽബ് തിരിയേണ്ടത്, അല്ലാഹുവിലേക്കാണ് മനുഷ്യനെ ക്ഷണിക്കേണ്ടത്. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് മനുഷ്യരുടെ മനസ്സുകൾ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുകയാണ് വേണ്ടത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ അവൻ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നുറപ്പാണ്, അവനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നുറപ്പാണ്. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ കടന്നതിന് ശേഷവും വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, എന്റെ ശരീരം ഞാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു എന്നല്ല പറയുന്നത്, എന്റെ ശരീരം ഞാൻ ആകാശഭൂമികൾ അറിവിലേക്ക് തിരിച്ചു എന്നാ പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് നീങ്ങേണ്ടത് അല്ലാഹുവിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് ഭക്ഷണം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബർക്കത്തോടുകൂടി നടക്കണം. ഏത് ഉദ്ഘാടനവും ബർക്കത്തോടെ നടക്കണം. ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബർക്കത്തോടെ നടക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു എന്ന ചെറിയ അബൂ തൽഹായെ പ്രസവിച്ചപ്പോൾ എടുത്തുകൊണ്ടുപോയപ്പോൾ ആ ചെറിയ കുട്ടിക്ക് ഈത്തപ്പഴം അവിടുത്തെ തൊള്ളയിൽ വെച്ച് അതൊന്നൽപ്പം ഒതുക്കിയതിനു ശേഷം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരും ഈത്തപ്പഴത്തിന്റെ നീരും ചേർത്ത് ചെറിയ കുട്ടിക്ക് ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തു. അതിനാണ് മധുരം തൊട്ടു കൊടുക്കുക എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഇമാമിങ്ങൾ മനസ്സിലാക്കി. അതേ നല്ല കാര്യം സംസാരിക്കുന്ന തൊള്ള, സ്വലാത്ത് ചൊല്ലുന്ന വായ, ഖുർആൻ ഓതുന്ന വായ, ദിക്ർ ചൊല്ലുന്ന തൊള്ള, നല്ലത് സംസാരിക്കുന്ന തൊള്ള, ആ തൊള്ളയിൽ ഉറന്നു വരുന്ന ഉമിനീരിന് ബർക്കത്തുണ്ട്. അതിൽ ഏറ്റവും വലിയ ബർക്കത്തുള്ള ഉമിനീര് ഏറ്റവും കൂടുതൽ നല്ലത് സംസാരിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരാണ്. ആ ഉമിനീര് നിലത്ത് വീഴാൻ സ്വഹാബത്ത് അനുവദിക്കാറില്ല. അത് തുപ്പുന്ന സമയത്ത് കൈ കാണിച്ചു കൊടുത്തിട്ട് അവർ ശരീരത്തിൽ അതാ കയ്യിൽ വാങ്ങി തൊട്ട് പുരട്ടലാണ് പതിവെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. കാരണം അതൊരു സാധാരണ ഉമിനീരല്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോ വരുമ്പോൾ മരുന്ന് കഴിഞ്ഞു ആര്യവൈദ്യ ഫാർമസിയിൽ മരുന്ന് ഈ ആര്യവൈദ്യന്മാരെ മരുന്ന് കഴിക്കുമ്പോൾ ഒരു നാലാൾ അറിയാതെ കഴിക്കാൻ കഴിയില്ല. അലോപ്പതി പോലെയല്ല. അലോപ്പതി ഗുളിക കഴിക്കുന്ന ആരും അറിയണമെന്നില്ല. ഇത് ആദ്യം കുറച്ച് ആ തേനിൽ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരെടുത്ത് കുറച്ച് ഗുളിക വെച്ച് കുറെ തയ്ച്ച് ചില കൂടി നാലാൾ അറിയാൻ. അങ്ങനെ അതേ സമയത്ത് ചികിത്സാ രീതിയാണ്
യൂനാനി മറ്റൊരു ചികിത്സാ രീതിയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് 4 മദ്ഹബുണ്ട്. 4 മദ്ഹബ്: ഹോമിയോപ്പതി, ഒന്ന് ആര്യവൈദ്യം, ഒന്ന് യൂനാനി. 4 തമ്മിൽ എതിരല്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് 4 പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആര്യവൈദ്യ മെഡിക്കൽ കോളേജുണ്ട്, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുണ്ട്, അതുപോലെ തന്നെ യുനാനി മെഡിക്കൽ കോളേജുണ്ട്, അലോപ്പതി മെഡിക്കൽ കോളേജുണ്ട്. കാരണം 4 തമ്മിൽ എതിരല്ല. ആരോഗ്യം സംരക്ഷിക്കാനുള്ളത് ഏതുപോലെ 4 മദ്ഹബുകൾ എതിരില്ലാത്തതുപോലെ 4 മദ്ഹബുകളും തമ്മിൽ എതിരല്ല. 4 മദ്ഹബുകളും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പറയാനുള്ളതാണ്. അത് തമ്മിൽ എതിരില്ല. ഓരോന്നിനും ഓരോന്നാണ്. അതുപോലെ ഒരു നിസ്കാരത്തിൽ കുറെ ഹനഫി മദ്ഹബും കുറെ ഹനഫി മദ്ഹബും കുറെ മാലിക്കി മദ്ഹബും ആക്കിയിട്ട് അങ്ങനെ പറ്റില്ല. ഒരു വിഷയത്തിൽ ഒരു മദ്ഹബായിരിക്കണം. ആർക്കും മനസ്സിലാകുന്ന ഒരു തത്വമാണ്. ഇരിക്കട്ടെ, അക്കരയ്ക്ക് കടന്നു പോകാൻ 4 തോണികൾ. ഏതെങ്കിലും ഒരു തോണി കയറി അക്കരത്ത് ഒരാൾ 2 തോണി കാല് വെച്ചിട്ട് തോണി തുഴഞ്ഞാലോ വെള്ളത്തിലെത്തും. സ്വാഭാവികമാണ്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആര്യവൈദ്യന്മാരുടെ പുളി കഴിക്കുമ്പോൾ തേന് ചേർക്കുന്നത്. ആരായി തേന് ചേർക്കാൻ പറഞ്ഞത്? കുമാരൻ വൈദ്യരാ. കുമാരൻ വൈദ്യരും വിശ്വസിക്കുന്നത് തേനിൽ ശിഫാ ഉണ്ട്. ഖുർആനുണ്ട്, ഫീഹി ശിഫാഉൽ ലിന്നാസ്. മനുഷ്യന്മാർക്ക് രോഗശമനമുണ്ട് തേനിൽ. എന്താണ് ആ തേന് എന്ന് പറയുന്ന സാധനം? യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. തേനീച്ചയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നതാണ് അത് എന്ന് ഖുർആൻ പറയുന്നു. ശറാബിന്റെ ഒരു പാനീയമാണ്. അതാവർക്ക് വന്നിട്ട് ഒരു മൗലവി ശറാബ് തന്നെ കള്ളു എന്നാണ് അർത്ഥം വെച്ച് ഇങ്ങനെയാകുമ്പോൾ തേന് കള്ളാന്ന് പറഞ്ഞിരുന്നു. കാരണം ശറാബിന്റെ അർത്ഥം കള്ളു എന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് CD ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, കളർ വ്യത്യാസമുള്ള പാനീയം ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്നു. ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്ന, വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന പാനീയം ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ടെന്ന് ഖുർആൻ. എന്താ കാരണം? എന്തേ ഈ ഈച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന, തൊള്ളയിലൂടെ വരുന്ന തേനിന് ഇത്ര വലിയ ബഹുമാനം? അറിയാമല്ലോ, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഔഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് തങ്ങളെ റബ്ബ് വഹി അറിയിച്ചിട്ടുണ്ട്. അത് സാധാരണ ഈച്ചയല്ല, വഹി കിട്ടിയ ഈച്ചയാണ്. ഓർഡിനറി ഈച്ചയല്ല, വഹി കിട്ടിയ ഈച്ചയാണ്. പക്ഷെ ആ വഹി എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൊണ്ടുകൊടുക്കുന്ന അമ്പിയാക്കൾക്ക് കിട്ടുന്ന വലിയ ഗ്രേഡുള്ള വഹിയല്ല, മറിച്ച് ചെറിയ വഹിയാണ്. അഥവാ ഇൽഹാം എന്ന് പറയുന്ന വഹിയാണ്. അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് അല്ലാഹു വഹി അറിയിച്ചു എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ ഒരൊറ്റ പെണ്ണും റസൂലായി വന്നിട്ടില്ലെന്നും ഖുർആനിലുണ്ട്. അപ്പൊ റസൂലിന് കിട്ടുന്ന വഹിയല്ലത്, മറിച്ച് ഔലിയാക്കൾക്ക് കിട്ടുന്ന വഹിയുണ്ട്. അതാണ് മൂസാ നബിയുടെ ഉമ്മക്ക് കിട്ടിയത്. ഒരൊറ്റ പെണ്ണും നബിയായി വന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ ഇല്ല റിജാലൻ നൂഹി, വഹി അറിയിച്ചുകൊണ്ട് പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസാ നബിയുടെ ഉമ്മാക്ക് വഹി വന്നു എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അമ്പിയാക്കൾക്ക് കിട്ടുന്ന വഹിയല്ല, മറിച്ച് ഔലിയാക്കൾക്ക് ചില വഹിയുണ്ട്. അതിന്റെ പേരാണ് ഇൽഹാം എന്ന് പറയുന്നത്. അവരെ മനസ്സിൽ അള്ളയെ ഇട്ടുകൊടുക്കലാണ് വിഷയം. അതാണ് ഇൽഹാം എന്ന് പറയുന്നത്. അതല്ലേ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അല്ലാഹുവിൽ നിന്ന് അനുമതിയില്ലാതെ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം തങ്ങളൊന്നും സംസാരിക്കുന്നില്ല, ഓർഡർ ഇല്ലാതെ ഒന്നും പറയുന്നില്ല. അത് ഇൽഹാമിന്റെ വഹിയാണ്. ആ വഹി ഔലിയാക്കൾക്ക് കിട്ടുന്ന ഒരു സൈസ് വഹിയാണത്. അതുപോലെ ഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ, നീ വീടുണ്ടാക്കണം. പർവ്വതത്തിന്റെ മേലെ പോയി, മരങ്ങളുടെ മേലെ പോയി വീട് കെട്ടിയിട്ട്, കൂട് കെട്ടിയിട്ട്, അതാ പുഷ്പങ്ങളിൽ നിന്ന് നീ പോയി തേന് സംഭരിച്ചു കൊണ്ടുവന്ന്, തേന് ശേഖരിച്ചു കൊണ്ടുവന്ന് നീ സൂക്ഷിച്ചു വെക്കണമെന്ന് അതാ തേനീച്ചക്കള്ള
വഹി കൊടുത്തു. അങ്ങനെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഈ ഇൽഹാമിന്റെ വഹി കിട്ടിയപ്പോ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന തൊള്ളയിലൂടെ വരുന്ന ഉമിനീരിന് വലിയ ബറക്കത്തായി പോയി. അത് രോഗശമനമാണെന്ന് കുമാരൻ വൈദ്യരും പറയുന്നു. ഖുർആൻ വ്യക്തമായി എങ്കിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഏറ്റവും മുന്തിയ വഹി കിട്ടിയ ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊള്ളയിൽ നിന്ന് വരുന്ന ഉമിനീരിന്റെ ബറക്കത്തും ബഹുമാനവും പറയേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് അവിടുന്ന് തുപ്പിയാൽ ആ തുപ്പുന്ന ഉമിനീരിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. ഏത് രോഗത്തിനും അത് ശമനമാണ്. അത് നിലത്ത് വീഴാൻ അനുവദിക്കൂല. സഹാബത്ത് അതാ കയ്യിലേറ്റ് വാങ്ങിയിട്ട് ശരീരത്തിൽ പുരട്ടുന്നു. ഇത് സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, സാധാരണ ഉമിനീരല്ല, സാധാരണ ബറക്കത്തല്ല. وأفضل الخلق على الإطلاق نبينا فاضل الشقاق. ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടിയാണത്. ആ നബിയേക്കാൾ ബഹുമാനമുള്ള ഒരു ജിബ്രീലുമില്ല, ഒരു കഅബയുമില്ല, ഒരു ബൈത്തുൽ മഅമൂറുമില്ല, ഒരു അർശുമില്ല, കുർസിയുമില്ല. കഅബ ശരീഫ് അടക്കം ഈ ഭൂമിയിലുണ്ടെങ്കിലും ഈ ഭൂമിയിൽ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം മഹാനായ ഖാദി റഹിമഹുല്ലാ പറഞ്ഞില്ലേ? അതേ അതുപോലെ ഇബ്നുൽ ഹാജ് തങ്ങൾ മദ്ഹലിൽ പറഞ്ഞില്ലേ? അജ്മഅൽ ഉലമാഉ, ഒരൊറ്റ ആലിമിനും തർക്കമില്ല, ഒരൊറ്റ ഇമാമിനും തർക്കമില്ല, ഭൂമിയിൽ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം അവിടുത്തെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലമാണ്. അതിനേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലം ഈ ഭൂമിയിലില്ല. തങ്ങളുടെ ഉമിനീരിന്റെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും ഈത്തപ്പഴത്തിന്റെ നീരും ചേർത്തുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മധുരം തൊട്ടുകൊടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കി സീനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മദ്ഹുൽ മുഅ്മിനീൻ പറഞ്ഞു, തഹ്നീക്ക് സുന്നത്താണ്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് തഹ്നീക്ക് സുന്നത്താണ്. തഹ്നീക്ക് എന്ന് പറഞ്ഞാൽ മധുരം തൊട്ട് കൊടുക്കലാണ്. അതിന് ഏറ്റവും നല്ല രൂപം നല്ലത് മാത്രം സംസാരിക്കുന്ന, നല്ലത് മാത്രം പറയുന്ന, ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, കളവ് പറയാത്ത, ഫസാദ് പറയാത്ത, അതുപോലെ തന്നെ വേണ്ടാത്തത് സംസാരിക്കാത്ത, ദിക്റും സലാത്തും ഔറാദും അതുപോലെ ഖുർആനോത്തുമൊക്കെയായി കഴിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ തൊള്ളയിൽ വരുന്ന ഉമിനീരിന് ബറക്കത്തുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈത്തപ്പഴം തൊള്ളയിൽ വെച്ചൊന്ന് ഒതുക്കിയിട്ട് ഈത്തപ്പഴത്തിന്റെ നീരും അദ്ദേഹത്തിന്റെ ഉമിനീരും ചേർത്ത് കുട്ടിക്ക് തൊട്ടുകൊടുക്കൽ, മധുരം തൊട്ടുകൊടുക്കൽ സുന്നത്തുണ്ട്. അതാണ് ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബർക്കത്തോടുകൂടി, മഹാന്മാരുടെ ബർക്കത്തോടുകൂടി. ആ ബർക്കത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് ശരീരത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ആത്മാവിന്റെ ഭക്ഷണം കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം. ആ ഉദ്ഘാടനമാണ് പ്രസവിച്ച ഉടനെ തന്നെ കൊടുക്കണം. ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കണം. കൊടുക്കൽ പല സൈസുണ്ട്. കാണിച്ചു കൊടുക്കലുണ്ട്, കേൾപ്പിച്ചു കൊടുക്കലുണ്ട്, വാരി കൊടുക്കലുണ്ട്, കോരി കൊടുക്കലുണ്ട്, ചെയ്തു കൊടുക്കലുണ്ട്, ജയിപ്പിച്ചു കൊടുക്കലുണ്ട്, തോപ്പിച്ചു കൊടുക്കലുണ്ട്. കൊടുക്കൽ പല സൈസ്. അപ്പോ കേൾപ്പിച്ചു കൊടുക്കണം. അത് കുട്ടിക്ക് ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കുക എല്ലാ സ്ഥലത്തും ബാങ്ക് കൊടുക്കുക, പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാം കൊടുക്കൽ, അതൊരു കൊടുക്കല, കേൾപ്പിച്ചു കൊടുക്കല, കാണിച്ചു കൊടുക്കൽ വേറെ കൊടുക്കല. അപ്പൊ ഇരിക്കട്ടെ, ബാങ്ക് കേൾപ്പിച്ചു കൊടുക്കണം. ആ ബാങ്കിന്റെ ഒന്നാമത്തെ വാചകം എന്താണ്? സ്വർഗത്തിലേക്ക് വരിക അല്ല. ഒന്നാമത്തെ വാചകം അല്ലാഹ്. മനുഷ്യന്റെ മനസ്സ് തിരിയേണ്ടത് അല്ലാഹുവിലേക്കാണ്. ആദ്യം തന്നെ കുട്ടിയുടെ ചുവട്ടിൽ കേൾപ്പിക്കുന്ന വാക്ക് അല്ലാഹ്.
അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അല്ലാഹ് എന്ന വാചകം കേൾക്കണം. അവിടുന്ന് അങ്ങോട്ട് കേൾക്കുന്നതൊക്കെ വളരെ അർത്ഥവത്താണ്. അല്ലാഹു വലിയവനാണ് ആവർത്തിച്ച് കേൾക്കുന്നു. ആ ഒരു പ്രാവശ്യം പോരാ. ഇനി കുട്ടി ലോകത്ത് ജീവിക്കുമ്പോ ഒരു ദിവസം ചുരുങ്ങിയത് 30 തവണ അല്ലെങ്കിൽ 50 തവണ ബാങ്കിലും ഇഖാമത്തിലും കൂടി 5 നേരം എല്ലാ സമയത്തും ഈ കുട്ടിയടക്കം വലിയവരടക്കം കേൾക്കുന്നു അല്ലാഹു അക്ബർ. ബാങ്ക്, ഇഖാമത്ത്. ഇനി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ആദ്യം തന്നെ ഇമാമിന്റെ വാക്ക് അല്ലാഹു അക്ബർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് അല്ലാഹു അക്ബർ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. ആ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കണം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. ആ റബ്ബിനെ കാണണമെന്നുണ്ടോ? എന്നാൽ ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ ജയേഷിനോട് പറഞ്ഞു, അല്ലാഹുവിനെ കാണാനാണ് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്. ഡോക്ടറിനോട് ചോദിച്ചു, അല്ലാഹുവിനെ കാണുമോ? ഞാൻ പറഞ്ഞു കാണും. എന്നോട് അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, അല്ലാഹുവിന്റെ സൃഷ്ടികളല്ലേ എല്ലാ ജീവികളും, പശുവും ആടും ഒട്ടകവും ഒക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? അവൻ അതെ, അതൊക്കെ അല്ലാഹുവിനെ കാണുമോ എന്ന് ചോദിച്ചു. പിന്നെ ഈ മനുഷ്യൻ മാത്രമേ കാണുള്ളൂ, അല്ല എല്ലാ സൃഷ്ടികളും മൃഗങ്ങളും കാണുമെന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവകളൊന്നും ലക്ഷ്യമല്ല, അവകൾ ഉപാധികളാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി പടച്ചു കൊടുത്തതാണ്. അവകളെ പടക്കലല്ല ലക്ഷ്യം. ലക്ഷ്യം മനുഷ്യൻ ഉണ്ടാകലാണ്. മനുഷ്യന് ജീവിക്കാൻ പശു, ആട്, ഒട്ടകം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വേണം. കൊടുക്കാനാണ് തെങ്ങ് ഉള്ള മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാ സാധനങ്ങളും സൂര്യനും ചന്ദ്രനും അടക്കം എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ തുടങ്ങി എത്ര ആയത്തുകളിലാണ് അല്ലാഹു അത് പഠിപ്പിക്കുന്നത്. എല്ലാ സാധനങ്ങളും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ എന്തിനു വേണ്ടി? അതിന്റെ മറുപടിയും ഖുർആൻ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യൻ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടച്ചതാണ്. മറ്റുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. എന്തിനധികം പറയണം, മലക്കുകൾ വരെ മനുഷ്യന്റെ ഖിദ്മത്തിലാണ്. മനുഷ്യന് കാവൽ കൊടുക്കാൻ ഹഫളത്ത് എന്ന് പറഞ്ഞ് മലക്കുകളുണ്ട്. മനുഷ്യന് മഴ എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട്. മനുഷ്യന് കാറ്റിന് വേണ്ടി മലക്കുകളുണ്ട്. ഇടി മിന്നൽ ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ആത്മാവ്, അതാ ഡെഡ് ബോഡി, അതേ സഹോദരന്മാരെ 4 മാസം എത്തിയ കുട്ടിയുടെ ആ ശരീരത്തിലേക്ക്, ബോഡിയിലേക്ക് ആത്മാവിനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ മലക്കുകളുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചെടുക്കാൻ മലക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മലക്കുകൾ, കാവലിന്റെ മലക്കുകളുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങൾ നിയന്ത്രിച്ച് നടപ്പാക്കാൻ മലക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മലക്കുകൾ ഇതിന്റെയൊക്കെ പുറമെ അവരതാ ലില്ലദീന ആമനൂ, വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി പടച്ചവനോട് ശഫാഅത്ത് ചെയ്യാൻ മലക്കുകളുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സഫിൽ വന്ന് നിന്നിട്ട് ആമീൻ എന്ന് ഇമാം പറയുമ്പോ ആ ആമീൻ ഇമാമിന്റെ കൂടെ നമ്മൾ പറയുമ്പോ നമ്മളെ കൂടെ കൂടി ആമീൻ പറയാൻ മലക്കുകൾ ഉണ്ട്. അങ്ങനെ സർവസ്ഥലത്തും മലക്കുകളുണ്ട്. ഇൽമിന്റെ സദസ്സിൽ മലക്കുകളുണ്ട്. മലക്കുകളുടെ സഹായങ്ങളുണ്ട്. മലക്കുകളുടെ സഹകരണങ്ങളുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും മനുഷ്യന്റെ ഖിദ്മത്തിന് മലക്കുകളെ അല്ലാഹു തആല മനുഷ്യന്റെ നന്മക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അറിയാമല്ലോ നിങ്ങൾക്ക് സൂറത്ത് യാസീൻ അത് പറയുന്ന സമയത്ത് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ.
പടച്ചവന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അത് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമാ. ആകാശങ്ങളിൽ പടച്ചവന് സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളിൽ ഏറ്റവും പ്രധാനികളാണ് മലക്കുകൾ. പക്ഷേ ആ മലക്കുകളെ ഇറക്കിയിട്ട് പൂർവകാലത്തുള്ള ഒരു നബിക്കും ഒരു റസൂലിനും ഒരാൾക്കും അതാ ശത്രുക്കളെ നേരിടാൻ വേണ്ടി, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ ഇറക്കിക്കൊടുത്തിട്ട് ആ മലക്കുകൾ മുഖേന പൂർവകാലത്തൊരു നബിയെയും യുദ്ധത്തിൽ സഹായിച്ചിട്ടില്ല. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ദീനീ പ്രവർത്തകനായ മഹാൻ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങളിൽ പലരും അദ്ദേഹത്തിന്റെ വിരോധിയായി. SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, മുഅല്ലിങ്ങളെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ ദീൻ ഹഖായി തുറന്നു പറയുമ്പോ, ഹഖിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ സ്വാഭാവികമായും എതിരാളികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് ലോകത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രമാണ്. ആ ചരിത്രമുള്ളത് കൊണ്ടാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനോട് പറഞ്ഞത്, മോനെ യാ ബുനയ്യ അഖിമി സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹി അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ മുറക്ക് നിസ്കാരം നിർവഹിക്കണേ, നല്ലത് കൽപ്പിക്കണേ, ചീത്ത വിരോധിക്കണേ. അപ്പൊ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. അത് നീ ക്ഷമിക്കണേ മോനെ. ചീത്ത പറയാനും തെറി പറയാനും കുറ്റം പറയാനും നിസ്സാരപ്പെടുത്താനും കളിയാക്കാനും പരിഹസിക്കാനും കാട്ടൂര് വരക്കാനും കല്ലെറിയാനും അങ്ങനെ എല്ലാറ്റിനും ആളുണ്ടാകും. നീ ക്ഷമിക്കണേ മോനെ. അത് സത്യം പറയുന്നവർക്കുള്ളതാണ് കേട്ടോ. അവിടെ ഒന്നും പതറിപ്പോകാതെ ഓ SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, മാനവികത ഉണർത്താൻ, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ, ചീത്തക്ക് ചീത്ത പറയാനല്ല, തെറിക്ക് തെറി പകരം കൊടുക്കാനല്ല, കല്ലിന് പകരം കല്ല് കൊടുക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ, പടച്ച റബ്ബിലേക്ക് ജനങ്ങളെ മനസ്സ് ക്ഷണിക്കാൻ, മാനവികത ഉണർത്താൻ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനത്തിന് നേതാക്കളും പണ്ഡിതന്മാര് പറയുമ്പോ നമ്മളതിൽ പരമാവധി പരിശ്രമിച്ച് സഹകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു സത്യം തുറന്ന് പറഞ്ഞപ്പോൾ എറിഞ്ഞെറിഞ്ഞ് മഹാനവറുകളെ ശത്രുക്കൾ കൊന്നുകളഞ്ഞു. കൊന്നപ്പോൾ തീരതുകളിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാനതാ റബ്ബിങ്കൽ ഓർഡർ കിട്ടി. ഖാലയലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. സ്വർഗത്തിൽ കടക്കാൻ പറഞ്ഞപ്പോ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വല്ലാത്ത വിഷമം. സ്വർഗത്തിൽ കടക്കുന്നതിലല്ല വിഷമം, എന്നെ എറിഞ്ഞു കൊന്ന ജനങ്ങൾ ഇപ്പോഴും അതേ ആ വാശിയിൽ തന്നെയല്ലേ. അവര് നന്നായിട്ടില്ലല്ലോ, അവര് നന്നായിട്ടില്ലല്ലോ. പടച്ച റബ്ബേ, എനിക്ക് നീ തന്ന ബഹുമാനവും കറാമത്തുമൊക്കെ അതാ എന്നെ എറിഞ്ഞു കൊന്ന ജനങ്ങൾ അറിഞ്ഞെങ്കിൽ അവരും ഒന്ന് നന്നായെങ്കിൽ എത്ര നന്നായിരുന്നു. എറിഞ്ഞു കൊന്നിട്ടും അവരോട് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. അതാണ് ദീനീ ദൈവത്തിന്റെ രൂപം. അതുകൊണ്ട് തന്നെ ചീത്ത പറയുന്നവനോട് ശത്രുതയില്ല, തെറി പറയുന്നവനോട് ശത്രുതയില്ല. അവനും ഒന്ന് നന്നായി കാണണം എന്ന ചിന്തയല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കില്ല. ഹബീബുൻ നജ്ജാർ തങ്ങൾ അപ്പോഴും സാധപിക്കുകയാണ്, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ.
ആ സമയത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ആ എതിരാളികളായ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടില്ല. ഹബീബുൻ നജാർ തങ്ങളുടെ സമൂഹത്തെ നശിപ്പിക്കാൻ നമ്മൾ ആകാശത്തും സൈന്യത്തെ അയച്ചിട്ടില്ല, ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്ന പരിപാടിയും നമുക്കില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നവരല്ല നമ്മൾ എന്ന് അല്ലാഹു പറഞ്ഞു. എന്നാൽ ബദർ യുദ്ധത്തിൽ ഇറങ്ങിയില്ലേ, മലായികത്ത് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തില്ലേ? അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതയാണ്, അത് വേറെ ആർക്കും ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. മലായികത്തിനെ ഇറക്കി സഹായിച്ചു കൊടുത്തു എന്ന്. അതാണ് വമാ കുന്നാ മുൻസിലീൻ എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മലക്കുകൾ പല നിലക്കും സഹായത്തിനെത്തുന്നു, പല വിഷയത്തിലും ഏർപ്പെടുന്നു. അങ്ങനെ മലക്കുകളെ നമുക്ക് സഹായിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുക. മലക്കുകളെ സഹായിക്കാൻ നമ്മളല്ല. അപ്പൊ നമ്മളെ ബഹുമാനം എത്ര, മനുഷ്യന്റെ ബഹുമാനം എത്ര? നമ്മളെ സഹായിക്കാനുള്ള മലക്കുകളെ, നമുക്ക് കാവൽ നൽകാൻ അല്ലാഹു തആല മലക്കുകളെ ചെയ്യിച്ചില്ല. അപ്പൊ മനുഷ്യന്റെ ബഹുമാനം എത്ര? മനുഷ്യന്റെ ബഹുമാനം വലിയ ബഹുമാനമാണ്. അതുകൊണ്ടിപ്പോ ഞാനും വിചാരിക്കേണ്ട ഞാൻ ജിബ്രീലിനെക്കാൾ വലിയ ആളാണ്. മനുഷ്യ സമൂഹത്തിന് ബഹുമാനമുണ്ട് എന്ന് എനിക്കിട്ടതല്ല, സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് മലക്കിനേക്കാൾ ബഹുമാനമുണ്ട്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ ബഹുമാനമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മീകായിൽ അലൈഹിസ്സലാമിനേക്കാൾ ബഹുമാനമുണ്ട്. മനുഷ്യന് സംസാരം പഠിപ്പിച്ചവനാണ്. ആ സംസാരത്തിന്റെ ഭാഷകളൊക്കെയും ആദം നബി അലൈഹിസ്സലാമിനുള്ള പഠിപ്പിച്ചതാണ്. വസ്തുക്കളുടെ പേരുകൾ സർവഭാഷയിലും പഠിപ്പിച്ചതാണ്. ഉപകാരം അല്ല പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ആദം നബിയേക്കാൾ വിവരമുള്ള വ്യക്തി, ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ വിവരമുള്ള വ്യക്തി, كذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. ഭൂമിയിൽ ഇരുന്നിട്ട് ഗോളശാസ്ത്രം പൂർണ്ണമായി പഠിപ്പിക്കപ്പെട്ട, അറിയിച്ചു കൊടുക്കപ്പെട്ട നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനേക്കാൾ വിവരമുള്ള വ്യക്തി. സുബ്ഹാനല്ലാഹ്, ലോകത്ത് വെള്ളപ്പാണ്ട് രോഗമടക്കമുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത നേതാവാണ് റൂഹുല്ലാഹി ഈസാ. സുബ്ഹാനല്ലാഹ്, അന്നീ أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله. പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ചത്ത ജഗത്തെ ജീവനിടിച്ചു തരും, ഞാൻ ചത്ത ജഗത്തെ ഹയാത്താക്കി തരും, ഞാൻ വെള്ളപ്പാണ്ട് മാറ്റിത്തരും, ഞാനതാ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത അന്ധന്മാർക്ക് കാഴ്ച തരും, ഞാൻ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞു തരും, നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബിയേക്കാൾ അല്ലാഹു തആല വലിയ വലിയ മുഅ്ജിസത്തുകൾ കൊടുത്തു. എന്തിനധികം പറയണം? ചത്ത ജഗത്തിനെ ജീവനിടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ കൊടിന്റെ ഉള്ളോട് കുകർന്ന് പൊന്നാരെ കുഷാതെ കൂക്കിപ്പ പറപ്പിച്ച് വിട്ടോവർ മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തസല്ലല്ലാഹു സിർറുൽ അസീസ് വനഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ. ആവുപ്പെട്ട തഅല്ലിമായി കുട്ടിയെ റസൂലുള്ളാഹിന്റെ ദർസ് ചേർത്ത് കൊടുത്തു, മുരീദാക്കി നിശ്ചയിച്ചു കൊടുത്തു. കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോ ഈ കുട്ടി തിന്നുന്നത് ഗോതമ്പത്തിന്റെ ഉമിയുടെ ഉണക്കപ്പത്തി. മോന് കൊടുത്തു ഒരു ഭക്ഷണം തിന്നാൻ ഉസ്താദിന്റെ റൂമിന്റെ അടുത്ത് നല്ല ചെന്ന് നോക്കുമ്പോ ഉസ്താദ് നല്ല ചിക്കൻ നാടൻ കോഴി. പിന്നെ ഇന്നത്തെ യാമം നല്ല കോഴി അതില്ലല്ലോ, നാല് കോഴി ഇങ്ങനെ ഉസ്താദെ ഇതെന്ത് പണിയാ? എന്റെ കുട്ടിക്ക് ഗോതമ്പത്തിന്റെ ഉമിയുടെ ഉണക്കപ്പത്തി, നിങ്ങൾക്ക് നല്ല ഓ ക്ലാസ് കോഴി.
അപ്പോഴാണ് സുഹൃത്തുക്കളെ തിന്നുകൊണ്ടിരുന്ന കോഴിയുടെ എല്ലുകൾ മുള്ളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ബില്ലാഹി മുഹീൽ ഇളാം, എല്ലിനെ ജീവിപ്പിക്കുന്ന അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറയുമ്പോൾ അതാണ് കോഴിയുടെ മുള്ളോട് കുകർന്ന് ചൊന്നാരെ കുശാതെ ഊക്കി പറപ്പിച്ച് വിട്ടോവർ. കോഴി കൂടിയിട്ടങ്ങ് പറന്നുപോയി. ഉമ്മ, നിങ്ങളെ മകനും കോഴി തിന്നാം, പക്ഷേ ഈ സ്ഥാനത്തെത്തണം. ഈ സ്ഥാനത്തെത്തിയതിൽ കോഴി തിന്നാം. ഞാൻ ആദ്യം തന്നെ കോഴി അടിച്ചു മാറിയതല്ല. പിന്നെ 25 ചുറ്റി നടന്നോവർ, ഇരിയന്നേകൾ കേട്ടാരേ ഇരുന്നോവർ. 25 കൊല്ലത്തോളം ലോകത്ത് ചുറ്റിക്കറങ്ങി ഇൽമു പഠിച്ചിട്ടുണ്ട്. അതേ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരെ സന്ദർശിച്ചിട്ടുണ്ട്. പഠനം നടത്തിയിട്ടുണ്ട്. അതേ ഉടും ഉറക്കും ഒന്നുമേ കൂടാതെ 3 കാലം പൊറുത്തി നടന്നോവർ. ഊണും ഭക്ഷണവും കിട്ടാതെ നടന്നിട്ടുണ്ട്. ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അധ്വാനിച്ചിട്ട് കിട്ടിയതാണ്. നിങ്ങളെ മകന് സ്ഥാനമെത്തിയാൽ അവനും കോഴി കഴിക്കാം. ഇപ്പോൾ പറ്റൂല. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഔലിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുണ്ട്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മൗജിദത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗജിദത്തുമായി തട്ടിച്ചു നോക്കുമ്പോ പറയണോ, സാറു ഔലിയാക്കളും കറാമത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മൗജിദത്തല്ലേ? ഇനി അമ്പിയാക്കിന്റെ തന്നെയുള്ള മൗജിദത്ത് തന്നെ എടുത്താലോ, അതും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിൽ നിന്നുള്ളതല്ലേ? വകുല്ലു ആയിന്നത റസൂലുൽ കിറാമു ബിഹാ ഫഇന്ന മത്തസലത് മിൻ നൂരിഹി ബിഹി. ഏത് നബിമാർക്ക് എന്ത് പ്രകാശമുണ്ടോ, ഏത് ദൃഷ്ടാന്തങ്ങളുണ്ടോ, അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതല്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന്റെ ബഹുമാനത്തിന് എന്തെങ്കിലും വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ സാധാരണ നമ്മളെ പോലത്തെ മനുഷ്യൻ അല്ല. അത് പറഞ്ഞവൻ മനുഷ്യൻ അല്ല, നമ്മളെ പോലത്തെ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല. ലൈസമില്ല. കാരണം പഠിപ്പിച്ചു, പറയൂ നബിയെ, ഇന്നമാ അന ബശർ, നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ മനുഷ്യനാണ് എന്നല്ല പറഞ്ഞു, ഞാൻ മനുഷ്യൻ മാത്രമാണ്. അതിനെ മാത്രമാണ് എന്ന് പറഞ്ഞത് വേറെ എന്തോ അല്ലാന്നല്ലേ ഇതർത്ഥം അല്ലെ? മനുഷ്യൻ മാത്രമാണ് എന്ന് പറയും. ഇവിടെ വയത് മാത്രമാണ് എന്നതിന്റെ അർത്ഥം എന്താ? വാദപ്രകാരം അല്ലാതാണ് അല്ലേ? മറ്റൊന്നല്ലാന്നല്ലേ അതിനർത്ഥം? നാടകമല്ല, നൃത്തമല്ല, ഡാൻസ് അല്ല. ഇവിടെ വയത് മാത്രമാണ്. ഇത് മാത്രമാണ് അതിന്റെ അർത്ഥം. അല്ലാന്നില്ലേ മാത്രമാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ മനുഷ്യൻ മാത്രമാണ് എന്നതിന് പറഞ്ഞു. ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല. അങ്ങനെയൊക്കെ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ലോ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമാ അന ബശർ, ഞാൻ മനുഷ്യൻ മാത്രമാണെന്ന് പറയൂ നബി. മിസ്ലുക്കും, നിങ്ങളെപ്പോലേതാണ്. നിങ്ങളെപ്പോലുള്ളതല്ല, നിങ്ങളെപ്പോലെ. നിങ്ങൾ മനുഷ്യരാണല്ലോ, നിങ്ങൾ മനുഷ്യരാണല്ലോ. അവിടെ നിങ്ങളിലേക്ക് വന്ന റസൂൽ അത് മനുഷ്യരാണ്. നിങ്ങളെപ്പോലുള്ളതല്ല, നിങ്ങളെപ്പോലെ ഉള്ളതല്ല. ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, 7 ആകാശങ്ങളെ അല്ലാഹു പടച്ചു. വമിനൽ അർളി, ഭൂമിയിൽ നിന്നുള്ള പടച്ചു. മിസ്ലഹുന്ന, ആ 7 ആകാശം പോലെ. 7 ആകാശം പോലെയുള്ള ഭൂമി എന്നല്ല, ആകാശം പോലെയുള്ള ഭൂമി ഉണ്ടാവും. അതുപോലത്തെ തല ഉണ്ടാവും.
അപ്പൊ ആകാശം പോലെയുള്ള ഭൂമി എന്നല്ല, ആകാശം പോലെ. അതായത് ഈ ആകാശം 7 ആണെങ്കിൽ ഭൂമിയും 7 വിധമാണെങ്കിൽ ഇതും 7 വിധം എന്നാ. അല്ലാതെ ആകാശം പോലത്തെ ഭൂമി ഉണ്ടാവില്ല. അപ്പൊ പോലുള്ള എന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിന്റെ അർത്ഥം അറിയാൻ കഴിയാത്തവൻ മതം പറഞ്ഞിട്ട് എന്ത് നാശമാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സുഹൃത്തുക്കളെ. ഉടനെ തന്നെ പറയുന്നു യൂഹാ ഇലയ്യ, നിങ്ങളെപ്പോലുള്ള ആളല്ല ഞാൻ. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. വഹി കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ മലക്കിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയും. അപ്പോ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടും. അപ്പൊ മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല, മനുഷ്യനാണ്. അതാണ് ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ്, ഇന്നി ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ബുഖാരിയിൽ തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. ആ മനുഷ്യ കുലത്തിൽ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മൾ പോറ്റുന്ന പശുവുണ്ട്, ആടുണ്ട്, അവകളൊക്കെ അതിന്റെ മുഖം നിലത്ത് കുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ മുഖം നിലത്ത് കുത്തിയല്ല ഭക്ഷണം, നമ്മളെ കൈകൊണ്ട് എടുത്ത് അതാ തൊള്ളയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തൊള്ള ഉന്നതമായ സ്ഥാനത്ത് വെച്ചിട്ടാണ് ഭക്ഷണം. അല്ലേ, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. കഴുകുന്നില്ല, വൃത്തിയാക്കുന്നില്ല പശു. കഴുകിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കഴുകുന്നില്ല പശു. അതേ പാകം ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പാകം ചെയ്യുന്നില്ല പശു. ജീവികൾ അതേ സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് പല ജീവികളും തിന്നുന്നത്. നമുക്കോ ഇല്ല. അഭിമാനമുള്ള ജീവിതം. അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യന്റെ ബഹുമാനം പറഞ്ഞാലുണ്ടോ തീരുന്നു സുഹൃത്തുക്കളെ. അത് പറഞ്ഞാൽ തീരില്ല. ലഖദ് കറംനാ ബനി ആദം, അതേ മനുഷ്യ സമുദായത്തെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ബഹുമാനം, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന പേരിൽ ഞാനൊരു CD ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മഹത്വം. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് ഇവിടെ വന്നപ്പോൾ പലരും നേർച്ച തന്നു. ആ സ്ഥാപനത്തിന്റെ കീഴിൽ 600-ലധികം സ്റ്റാഫുകളുണ്ട്. മുസ്ലിമും ഉണ്ട്, അമുസ്ലിമും ഉണ്ട്. ആ സ്റ്റാഫുകളെ ഇരുത്തി ഞാൻ നടത്തിയൊരു ക്ലാസ്സാണത്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ ബഹുമാനമുള്ള മനുഷ്യന്റെ ബഹുമാനം മുസ്ലിമിന് മാത്രമല്ല, മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനം അമുസ്ലിമിനുമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, അലൈസത്തി നഫ്സൻ, ഒരു യഹൂദിയുടെ ശരീരം, ഡെഡ് ബോഡി, ഒരു യഹൂദിയുടെ ഡെഡ് ബോഡി, അതേ മരിച്ച മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, അതൊരു യഹൂദിയുടെ മയ്യിത്തല്ലേ? ഉടനെ തന്നെ ചോദിച്ചു, അലൈസത്തി നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ? മനുഷ്യൻ എന്ന നിലയ്ക്ക് ചില ബഹുമാനങ്ങളുണ്ട്. വെറുതെ അല്ല മാനവികത ഉണർത്തുക എന്ന പ്രമേയം. മനുഷ്യന് ബഹുമാനമുണ്ട്. അത് ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനും അതേ നിലയ്ക്ക് ബഹുമാനം ഉണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് അല്ലാഹു പഠിപ്പിച്ച ദീൻ എത്ര വിശാലമാണ്, എത്ര സുന്ദരമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഡെഡ് ബോഡി നജസല്ല, മരിച്ച മയ്യിത്ത് നജസല്ല. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ കയറ്റിയിട്ട് മയ്യിത്ത് നിസ്കരിക്കും. അല്ലെങ്കിൽ നജസാതെ പള്ളിയിൽ കയറ്റാൻ പാടില്ല. പള്ളിക്ക് ഹിദ്മത്തെടുക്കുന്ന പല ആളുകളുണ്ടാവും ഈ സദസ്സിന്റെ. ഒരു വാക്ക് പറയട്ടെ, ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ വിമാനസ്കരിച്ച് ഞാൻ തന്നെ എടുപ്പിച്ച പള്ളിയാണ്. ഞാൻ എടുപ്പിച്ചു അതിന്റെ അർത്ഥം ഞാൻ പൈസ കൊടുത്തതല്ല, ഞാൻ പൈസ തൊട്ട പള്ളി എടുത്തിട്ടില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പിരിവ് അംഗീകരിച്ചതാണ്. ഞാൻ അവിടെ ജുമ പോയി. ജുമ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ സുബ്ഹാനല്ലാഹ്, ജുമ കഴിഞ്ഞ ഇറങ്ങി വരുമ്പോ ഞാൻ കൂട്ടത്തിൽ കാഴ്ച എന്താണ് മിമ്പർ തുറന്ന് ചെയ്യുന്നത്. അതിനുള്ളിൽ ചില ആംബ്ലിഫയർ പലരും ഉണ്ടാക്കി തുറന്നു. അതിന്റെ ഉള്ളിൽ നോക്കുന്ന സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നുന്നത് 1.5 കിലോ ഉണ്ടാവുന്ന ഒരു അത്ഭുതമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാം. ചക്കവത്ത പേന് എന്ന് പറഞ്ഞ മാതിരി പറയുമ്പോ അങ്ങനല്ലേ പറയാം. അപ്പോ എത്രയാണ് പള്ളിക്കാട്ടിൽ പറഞ്ഞിരിക്കുന്നു ഈ മിമ്പറിന്റെ അടിയിൽ. എല്ലാ ദിവസവും ബാങ്കൂട്ടുന്ന അങ്ങാടി അത് ഉറക്കുമല്ലോ. എന്നിട്ട് അത് ഇവരെടുത്ത് നീക്കം ചെയ്തില്ല. എനിക്ക് വല്ലാതെ വിഷമായി.
നജസ് പള്ളിയിൽ കണ്ടാൽ അപ്പ് എടുത്ത് നീക്കൽ നിർബന്ധല്ലേ? പ്രസിഡന്റ് കണ്ടാൽ ഉടനെ പ്രസിഡന്റ് എടുത്ത് നീക്കിക്കൊള്ളണം, മൊയ്ലിയാരെ കാത്തിക്കാൻ പറ്റില്ല. അപ്പ് എടുത്ത് നീക്കിക്കൊള്ളണം പ്രസിഡന്റ്. സെക്രട്ടറി കണ്ടാൽ അതിനെ കാണാൻ വേണ്ടി എടുത്തോളണം. പള്ളിക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ഇല്ല കേട്ടോ. പിന്നെ ഞാനും ചില പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആണ്. അതിന്റെ അർത്ഥം അതിന്റെ ഭരണാധികാരി എന്നല്ല. അങ്ങനെ ഒരു മഹലിനും ഒരു പള്ളിക്കും അങ്ങനെ ഭരണാധികാരിയില്ല. അള്ളാന്റെ വീട് ഭരിക്കാൻ നീയും ഞാനും. അള്ളാന്റെ വീട് ഭരിക്കുന്ന ഭരണാധികാരി ആരാണവൻ? അങ്ങനെ ഒരാളില്ല ഇവിടെ. അല്ലാഹുവിന്റെ പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്നവനാണ് പ്രസിഡന്റ്. അള്ളാന്റെ പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്നവനാണ് സെക്രട്ടറി. അള്ളാന്റെ പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ് ഖജാൻജി. അതാണ് മെമ്പർ. ഒരിക്കലും തന്നെ പള്ളി ഭരിക്കുന്നവനല്ല. രാജാവിന്റെ വീട് ഭരിക്കാൻ അടിമക്കധികാരമില്ല. പള്ളിക്കാട്ടമുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒന്നാമത്തെ ഉത്തരവാദി. പള്ളിയിലതാ വൃത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറി. പള്ളിയുടെ മൂത്രപ്പര നാറുന്നുണ്ടെങ്കിൽ ഖജാൻജി. ഇങ്ങനെയാണ് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അല്ലാതെ സുഹൃത്തുക്കളെ ഭരണാധികാരികളല്ല. അല്ലാഹുവേ, നിന്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്ത് സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം. നജസ് പള്ളിയിൽ കണ്ടാൽ ഉടനെ എടുത്തു മാറ്റുക നിർബന്ധമാണ്. പള്ളിയിൽ മയ്യിത്ത് കടത്തുന്നു. എന്തുകൊണ്ട്? മയ്യിത്ത് നജസല്ല, നജസാണെ കേട്ടാൻ പാടില്ല. എന്നാൽ ഒരു അമുസ്ലിം സഹോദരന്റെ ഡെഡ് ബോഡിയാണെങ്കിലോ ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് ഖുർആനിലുണ്ട്. അത് കണ്ട ആളാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം തങ്ങൾ പറയുന്നു, അമുസ്ലിം സഹോദരന്റെ ഡെഡ് ബോഡിയും നജസല്ല. അപ്പൊ പിന്നെ ഖുർആൻ പറഞ്ഞതോ, ഖുർആനിന്റെ ബാഹ്യാർത്ഥം വെച്ച് മനസ്സിലാക്കിയ പിഴച്ചു പോകും. അതാണ് ഖുർആൻ പരിഭാഷ നോക്കി വായിച്ചിട്ട് പലരും പിഴച്ചു പോകുന്നത്. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്നതിന്റെ അർത്ഥം അവന്റെ ബോഡി നജസാണെന്നല്ല, മറിച്ച് അവന്റെ ആശയം നജസാണ്. മുശ്രിക്കിന്റെ ആശയം നജസാണ്. ആ ആശയത്തെ കുറിച്ചാണ് അത് പറഞ്ഞത്. അവന്റെ ബോഡി നജസാണെന്നല്ല, ബോഡി മനുഷ്യന്റെ ബോഡി നജസല്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ജീവികളെ കൂട്ടത്തിൽ മട്, പശു തുടങ്ങിയ ജീവികൾ. ആ ജീവിയെ അറുത്താൽ അത് ഭക്ഷണമാണ്, അറുത്തിട്ടില്ലെങ്കിലും മൃഗാണ്. അറുത്താൽ ഭക്ഷണമാണ്, അറുത്തില്ലെങ്കിലും മൃഗാണ്. അതുകൊണ്ടാണ് ഉദഹിയ്യത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഉദഹിയ്യത്ത് എന്ന് പറയുന്നത് ഉപ്പാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഉപ്പാപ്പാരും ഉമ്മാമയും, ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, അവരെ അനുസ്മരിച്ചുകൊണ്ട് കൊല്ലത്തിലുള്ള ആണ്ടാണ്. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം നടത്തും. ആണ്ടിലൊരിക്കലും ആ മൂന്ന് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യലാണ് ഉദഹിയ്യത്ത്. ആ ഭക്ഷണം വിതരണം ചെയ്യലായതുകൊണ്ട് തന്നെ ഒരാള് ആട്ടിനെ തന്നെ വാങ്ങിക്കൊടുത്താൽ ഉദഹിയ്യത്താവൂല, ഓത്തിനെ തന്നെ വാങ്ങിക്കൊടുത്താൽ ഉദഹിയ്യത്താവൂല. അത് അറുത്തിട്ട് കൊടുക്കണം, എന്നാലേ ഉദഹിയ്യത്താവുള്ളൂ. കാരണം അറക്കുന്നതിന് മുമ്പ് ഭക്ഷണമല്ല, അറക്കുന്നതിന് മുമ്പ് അത് മൃഗാണ്, അറുത്താ ഭക്ഷണമാണ്. ഭക്ഷണമാക്കിയിട്ട് കൊടുക്കണമെന്നാണ്. അതാണ് അറുത്തിട്ട് കൊടുത്താലേ ഉദഹിയ്യത്താവൂ, അറുക്കാതെ കൊടുത്താൽ ഉദഹിയ്യത്താകൂല. ഭക്ഷണം അതേ മരിച്ചു പോയവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമാണ്. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ പ്രത്യേകം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇന്നഹും കാനൂ യസ്തഹിബൂന അൻ യുത്അമാനിൽ മയ്യിത്ത് സബഅത അയ്യാം ഇന്നൽ മൗതാ യുഫ്തറൂന ഫീ ഖുബൂരിഹിം സബഅൻ ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമാനിൽ മയ്യിത്ത് സബഅത അയ്യാം. മരിച്ച മയ്യത്തിന് 7 ദിവസം ഖബറിൽ പരീക്ഷണമുണ്ട്. അതുകൊണ്ട് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. 900 കൊല്ലമായി അത് തുടർന്നുകൊണ്ടിരിക്കുന്ന മക്കയിലും മദീനയിലും എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന അൽ ഹബീനിൽ ഫതാവയിൽ അത് ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ് മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ കുബ്രയിലും പറയുന്നു. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ല. മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ മുടക്കുന്നവരുണ്ട്. ആ ആളുകൾക്ക് മതത്തിൽ വിവരമില്ല. മതത്തിൽ വിവരമില്ലാത്തവരുടെ വാക്ക് കേട്ട് ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പൂർവ്വകാലത്ത് നടന്നു വരുന്ന ഒരു സൽക്കർമ്മവും നിർത്തിക്കളയരുത് കേട്ടോ. വിവരമുള്ളവനെയാണ് തുടരേണ്ടത്, വിവരമില്ലാത്തവനെയല്ല.
ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, അപ്പൊ അറുത്താൽ ഭക്ഷണമാണ് ചില മൃഗങ്ങൾ, എന്നാൽ അറുത്തില്ലെങ്കിലും ഭക്ഷണമാണ്, ചത്താലും ഭക്ഷണമാണ്. മത്സ്യം വലിയ മത്സ്യമാണെങ്കിൽ അഥവാ വലുതാകണമെന്നില്ല, ജീവൻ പോകാൻ സമയം കൂടുതൽ പിടിക്കുന്ന മത്സ്യമാണെങ്കിൽ, കരക്ക് പിടിച്ചിട്ടാലും പെട്ടെന്നത് ജീവൻ പോകൂല, അങ്ങനത്തെ മത്സ്യമാണെങ്കിൽ അതിന് അറുക്കൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് അല്ലാത്ത മത്സ്യത്തെ അറുക്കേണ്ടതില്ല. ഇതിനും അറുക്കൽ സുന്നത്തുണ്ട്, നിർബന്ധമില്ല. മത്സ്യം അതും ചത്താൽ നല്ല ഭക്ഷണം. എന്നാൽ പശു, ആട് തുടങ്ങിയ ജീവികൾ ചത്താൽ അത് നജസാണ്. ഇത് രണ്ടും അല്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. എന്തേ? മനുഷ്യന് തിന്നാൻ പറ്റൂല, അർത്താലും തിന്നാൻ പറ്റൂല, അർത്തിലേക്കും തിന്നാൻ പറ്റൂല, അറക്കാനും പറ്റൂല. പിന്നെ അറക്കാൻ പറ്റുള്ള ഒരു നിയമം, അർത്താ തിന്നാൻ പറ്റുള്ള വേറൊരു നിയമമല്ലേ? ഏതൊരു നിയമം മാറുമല്ലോ. വ്യഭിചരിക്കല് അതൊരു നിയമം. വ്യഭിചരിച്ച് കഴിഞ്ഞാലോ ഒരിക്കലും ഉജൂബ്, അത് വേറൊരു നിയമം. കുളിക്കുമ്പോഴോ ബിസ്മില്ലാഹിൽ സുന്നത്ത്, മറ്റൊരു നിയമം. ഈ സുന്നത്ത് എടുക്കാൻ വേണ്ടി ആരും വ്യഭിചരിക്കണ്ട. മനസ്സിലായില്ലേ? അതുപോലെ കള്ള് കുടിക്കൽ ഹറാം. കള്ള് കുടിച്ചാലോ തൊള്ള കഴുകൽ ഉജൂബ്, അല്ലേ? നിസ്കാരം സഹിയാവൂല. അപ്പൊ അതുകൊണ്ട് ഓരോന്നിനും നിയമം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നിയമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോന്നിനും ഓരോ ഘട്ടത്തിൽ ഓരോ നിയമമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണുങ്ങൾ തെരഞ്ഞെടുപ്പിന് നിർത്താൻ പാടില്ല, അതൊരു നിയമം. പാടില്ല. നിന്നാല് ചെറു കുറഞ്ഞതിനെ ജയിപ്പിക്കണമെന്നുള്ള വേറൊരു നിയമം. കാരണം ഏതെങ്കിലും ഒന്ന് ജയിക്കുമല്ലോ, അവരെ ചെറു കുറഞ്ഞ നോക്കി ജയിപ്പിക്കണം. നിൽക്കാൻ പാടില്ല എന്നുള്ള വേറൊരു നിയമം. നിന്നാലുള്ള നിയമം മറ്റൊന്ന്. അങ്ങനെ നിയമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓരോന്നിനും സാഹചര്യം അനുസരിച്ച് നിയമം വന്നുകൊണ്ടിരിക്കും. അപ്പോ മനുഷ്യൻ അർത്താനും അറക്കാൻ പാടില്ല, അർത്താനും ചത്താലും ചത്തുപോകാൻ സത്തുപോകാന്നാണ്. ചത്തുപോകാൻ സത്തുപോക, സത്തുവിന് ആത്മാവുനെ സത്തുപോകാന്നില്ല, സത്തുവിനെ പിന്നെ ചത്തുവിനാരാണ്. അപ്പൊ സത്തുപോയാലും മരിച്ചു പോയാലും ഇനി മനുഷ്യന് കൊല്ലപ്പെട്ടാലും തിന്നാൻ പറ്റൂല. അതേ സമയത്ത് ഡെഡ് ബോഡിന്റെ രസമല്ല മനുഷ്യന്റെ പ്രത്യേകത. ഭക്ഷണമാവില്ല. ആ മനുഷ്യൻ എത്ര ബഹുമാനം, മനുഷ്യന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ടോ തീരും, അല്ലേ? നമ്മളൊക്കെ ഇന്ന് രാവിലെ പല്ലിക്കാത്ത അറിയില്ല, രാവിലെ പല്ലിക്കൽ സുന്നത്ത്. പുറത്തു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുമ്പോൾ പല്ലിക്കൽ സുന്നത്ത, ഉറങ്ങാൻ നോക്കുമ്പോൾ പല്ലിക്കണോ, അത് സുന്നത്ത. അതിന്റെ പുറവും തേക്കണം, ഉള്ളും തേക്കണം. ഉള്ള കൂടുതൽ തേക്കണ്ടി, കാരണം ഉള്ളിലുള്ള എല്ലാ കച്ചറിയില്ല. നേരെ മാത്രം തേച്ചാൽ പോലെ, ഉള്ളും കൂടി തേക്കണം. നാവും തേക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുന്നത്ത്, ഉറങ്ങിക്കഴിഞ്ഞാലോ സുന്നത്ത്. വീട്ടിൽ കയറുമ്പോ സുന്നത്താ, വീട്ടിൽ ഇറങ്ങുമ്പോ സുന്നത്താ, പള്ളി കയറുമ്പോ നല്ലതാ. മരണം ആസന്നമായവര് പല്ല് തേച്ച് കൊടുക്കൽ സുന്നത്താ. പല്ലിയേക്കൽ ഖുർആനോതും പല്ലിയേക്കൽ സുന്നത്താ. പല്ലിക്ക നല്ലതാണ്. പല്ലിയേക്കൽ വളരെ നല്ല സുന്ദരിയാണ്. ഇത്ര തേച്ചിട്ട് പിന്നീട് എല്ലാ ആശുപത്രിയിൽ ഇങ്ങനെ തരിപ്പിച്ച് കുത്തിരിക്കാവുന്ന പല്ലിന് കേടായി. നന്നായിട്ട് ഇസ്ലാമിൽ പറഞ്ഞ പോലെ പല്ലിയേക്കുന്നവർക്ക് പല്ലിന് വലിയ കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിന്റെ സംവിധാനമാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ സംവിധാനം നോക്കി ജീവിതത്തിൽ ഒരിക്കൽ പല്ലിയച്ചില്ല നമ്മളെ പശു, ഇവർക്കുള്ള പശു. എന്നിട്ട് ഒരൊറ്റ ദന്താശുപത്രിയിൽ പോയിട്ട് ധരിപ്പിച്ച് കുത്തിട്ടില്ല. പശുക്കളെ പല്ലോട്ട് കയറ്റിട്ടില്ല. അള്ളാഹുവിന്റെ ഓരോരോ സംവിധാനം നോക്കി നിങ്ങൾ. കാരണം അതിന് പല്ലേക്കാൻ വേണ്ടി അള്ളാഹു ഒരു സംവിധാനം കൊടുത്തില്ല. പല്ല് തേക്കണ്ട, എന്നാലും പല്ലിന് കേടുവരില്ലാന്നാ. കാരണം അതിനെ പല്ലേക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ പല്ലേക്ക? സുബ്ഹാനല്ലാഹ്, അഭ്യാസം കളിക്കേണ്ടി വരില്ല പല്ലേക്കണമെങ്കിൽ. പിന്നെ ആരാ സാക്കിയിട്ട് നിൽക്കുക, ആരാ ബ്രഷ് ഉണ്ടാക്കി കൊടുക്കുക? അള്ളാഹു തന്നെ അത് ബ്രഷ് ചെയ്തില്ലെങ്കിലും അതിന്റെ തോളക്കും പല്ലിനൊന്നും കുഴപ്പമില്ലാത്തവർ അള്ളാഹു തല വെച്ച് അള്ളാഹുവിന്റെ സംവിധാനമാണ്. ഇരിക്കട്ടെ, അപ്പോ പല്ല് തേക്കൽ സുന്നത്താണ്. അത് വളരെ വലിയ വിഷയമാണ്. ഒരൊറ്റ മൃഗം പല്ല് തേക്കുന്നില്ല. അള്ളാഹു തല നമുക്ക് വളരെ വൃത്തിയോടെ ജീവിക്കാൻ ശ്രമിക്കും. നമ്മൾ വിസർജിച്ചാൽ കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കുന്നുണ്ട്. പശുക്കളോ പോത്തുകളോ കിടക്കുന്നിടത്തിന് ആളിന്റെ മോൾ തന്നെ കിടപ്പിക്കാം. എന്തൊരു ഗതിയോടോ സുബ്ഹാനല്ലാഹ്. പിന്നെ എപ്പോഴെങ്കിലും മാനായിരിക്കും അതുമില്ല. തിന്ന സാധനത്തിന്റെ കുറെ അങ്ങ് ബാറ്റിലെത്തിയിട്ട് ശേഷം രണ്ടാമത് തെക്കിക്കോട്ടില്ല വന്നിട്ട് പിന്നെയും കുറെ സുബ്ഹാനല്ലാഹ്. നജസ് തൊള്ളയിലിട്ട് ചവിട്ടണ്ടി. ആ രൂപത്തിൽ
മൃഗങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, ഒരു സംസ്കാരമില്ല, ഉയർച്ചയില്ല, ബഹുമതിയില്ല. മനുഷ്യന്റെ ബഹുമതി എത്രയാണ്! ആ മനുഷ്യനെ അതിപ്പോ പറഞ്ഞാൽ നീണ്ടുപോകും. മനുഷ്യന്റെ ബഹുമാനം വളരെ വലുതാണ്. നിലത്ത് മുഖമിട്ടുകൊണ്ടാണ് പുല്ല് തിന്നുന്നത് പശു. നമ്മളതാ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ നിലക്ക് എത്രയെത്ര ബഹുമാനമാണ് അള്ള മനുഷ്യന് കൊടുത്തത്. ഞാനും നിങ്ങളും അഭിമുഖമായി സംസാരിക്കുന്നു, മൃഗങ്ങൾ തലയിൽ താത്തിയിട്ട് സംസാരിക്കുന്നു, അല്ലേ? മൃഗങ്ങൾക്ക് അഭിമുഖമായി നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ പറയാനുണ്ട്. മനുഷ്യനാക്കിയ അല്ലാഹു തആല നമ്മെ. എന്നാൽ മനുഷ്യരിൽ അബൂജഹലും ഒരു മനുഷ്യനാണ്, അതൊരു മനുഷ്യനാണ്, അല്ലേ? യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യത്വമുള്ളവനാണ്. യഥാർത്ഥ മനുഷ്യത്വമുള്ളവൻ ആരാണ്? അവനെ സൃഷ്ടിച്ച റബ്ബിനെ അറിയാൻ കഴിഞ്ഞവനാണ്. അവന് വെള്ളം കൊടുക്കുന്ന, ഭക്ഷണം നൽകുന്ന, ഓക്സിജൻ നൽകുന്ന, ആരോഗ്യം നൽകുന്ന, പിടിക്കാൻ കൈ കൊടുത്ത ആ കയ്യിന് അതാ അയക്കൂറ തിന്നുമ്പോ മുള്ളൊഴിച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് തിന്നാൻ പറ്റുന്ന വിരല് കൊടുത്ത, അല്ലേ? വിരൽ ഇങ്ങനെയല്ലെങ്കിൽ മത്സ്യം തിന്നാൻ പറ്റുമോ? മുള്ളൊഴിവാക്കി എടുക്കാൻ കഴിയുമോ? ഈ വിരലിനെ ഇതേ നിലക്ക് പടച്ച, നഖം കൊടുത്ത, രോമം കൊടുത്ത, സുബ്ഹാനല്ലാഹ്, പൊടിപടലങ്ങളിലൂടെ നടന്നിട്ട് നിങ്ങളെ മൂക്കൊന്ന് അല്പം തുണിയിട്ട് തുടച്ചു നോക്കിയാൽ, ഞാൻ നമ്മളെ കുട്ടികൾ ദപ്പും മുട്ടി വരുമ്പോ വലിയ പേടിയിലാണ്. കാരണം മൂക്കിലുള്ള എല്ലാ പൊടിയും കേറിയാൽ പിന്നെ നാളെ അതുണ്ടാകൂല. അതുകൊണ്ട് മൂക്കും പൊത്തിയിട്ടാണ് ഞാൻ ദപ്പിന്റെ കൂടെ നടന്നത്. ഓ മോഹിനികളെ, നമ്മുടെ മൂക്കിലേക്ക് പൊടിപടങ്ങൾ കയറിയാൽ അത് ശ്വാസകോശത്തിലെത്തും. അത് പോകാതിരിക്കാൻ അള്ള വെച്ച സംവിധാനം കണ്ടോ? മൂക്കിലെപ്പ നോക്കിയാലും ചെറിയ നനവാണ്, ചെറിയ നനവാണ്. എന്തിനാണ് ഈ നനവ്? അതേ അങ്ങോട്ട് കടന്നു പോകുന്ന പൊടിപടലങ്ങളെ അവിടെ ഒട്ടിപ്പിടിച്ച് നിർത്താനാണ്, സെക്യൂരിറ്റിയാണ്. ആ മൂക്കിൽ വളരുന്ന രോമങ്ങൾ കണ്ടോ? തലയിലെ രോമങ്ങൾ മേൽപോട്ടാണ് ഉയരുന്നത്. മൂക്കിലെ രോമം മേൽപോട്ട് ഉയർന്നാ തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയൂല. അത് മൂക്കിലെ രോമം താഴോട്ടാണ് വരുന്നത്. അങ്ങനെ എത്ര നല്ല സംവിധാനമാണ് മനുഷ്യന് അല്ലാഹു തആല കൊടുത്തത്. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം ഞാൻ പറഞ്ഞ വാദുണ്ട്. അതിന്റെ തുടക്കത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ നമുക്ക് തന്ന നിഅമത്ത് എത്രയാണ്! മനുഷ്യനാക്കി. ആ റബ്ബിനെ അറിയാൻ കഴിയാതെ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കാൻ കഴിയാതെ, ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കാൻ കഴിയാതെ, അവനെ കൊടുക്കുന്നവരുള്ളൂ, അവനെ തടയുന്നവരുള്ളൂ. അവനാണ് ഹഖ്. അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ അധികാരമില്ല. അതേ, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. സർവ വിഷയത്തിന്റെയും അധികാരം അവനാണ്. ആ അധികാരമുള്ള റബ്ബിലേക്ക് മനസ്സ് തിരിക്കാനും അവനെ അറിയാനും അവന്റെ ഏകത്വം അംഗീകരിക്കാനും കഴിയാത്തവൻ അവനതാ അബൂജഹലിനെ പോലത്തെ മനുഷ്യൻ. പോകട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും, ചൈനയുടെ, റഷ്യയുടെ, അതുപോലുള്ള രാഷ്ട്രങ്ങളുടെ അധിപന്മാരായാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു പാവപ്പെട്ട നമുക്കതിന്റെ വെളിച്ചം തന്നു, ഈമാന് തന്നു, ഇസ്ലാമിന്റെ വെളിച്ചം തന്നു, ഈമാനിന്റെ വെളിച്ചം തന്നു. അത് ചെറിയ സംഗതിയല്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അല്ലാഹു നമുക്ക് തന്ന വെളിച്ചം, അല്ലാഹുവേ
സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല, നിന്നിലേക്ക് ഖൽബ് തിരിക്കാനാണ്. നിന്നോട് അടിമകൾക്ക് പലതും പറയാനുണ്ട്. അധികാരം മുഴുവനുമുള്ള രാജാവ് നീയാണ്. യാ മൻ ലഹു മലകൂതു കുല്ലി ശൈഇ യാ മൻ ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് യാ മൻ ലഹു മുൽകു കുല്ലി ശൈഇ യാ ബദീഅസ് സമാവാതി വൽ അർദ് യാ അല്ലാഹു യാ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രസംഗം വിദേശങ്ങളിൽ നിന്നും മറ്റും കേൾക്കുന്ന മോമിനീങ്ങൾക്ക്, ഞങ്ങളെ പ്രസംഗത്തിന്റെ സീഡികൾ കേൾക്കുന്നവർക്ക്, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്തുന്നവർക്ക്, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, നീ ഞങ്ങൾക്ക് തന്നെ നിഅമത്ത് ഞങ്ങൾ ഓർമ്മിക്കുന്നു. നീ ഞങ്ങൾക്ക് ഞങ്ങളെ മനുഷ്യരാക്കി പഠിച്ചു. കേവല മനുഷ്യരല്ല, ഞങ്ങൾക്ക് ഈമാനിന്റെ വെളിച്ചം തന്നില്ലേ അല്ലാ, അത് നിന്റെ ഔദാര്യമല്ലേ അല്ലാ, നീ ഞങ്ങളെ ബഹുമാനിച്ചതല്ലേ അല്ലാ. ആ ഈമാൻ നിലനിർത്തി ഈമാനോട് ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മോമിനീങ്ങളെയും നീ മരിപ്പിക്കണേ അല്ലാ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام نسألك بأسمائك الحسنى وبذاتك الأسنى وبصفاتك العليا وبحرمة حبيبك سيدنا محمد صلى الله عليه وسلم وبحرمة هذا المجلس العظيم وبحق قرآنك الكريم وبجميع من علمت وما علمت جميعهم يا الله يا الله. നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നീ ഞങ്ങളെ ഖൽബിൽ തന്നെ ഈമാൻ നിലനിർത്തി തരണം റഹ്മാനേ. ആ ഈമാനോട് സന്തോഷത്തിന്റെ വേർപാട് തരണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനാത്തുകളെ, ഈ ഈമാൻ അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട്, സംശയമില്ല. ആ ഈമാൻ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഞാനിപ്പോൾ നീട്ടി പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ഈമാൻ രക്ഷിക്കണമെങ്കിൽ ഈമാനിന്റെ ഭദ്രതക്ക് അല്ലാഹ് വെച്ച ചില നിയമങ്ങളുണ്ട്, അല്ലാഹ് കൽപ്പിച്ച സംഗതികളുണ്ട്, അല്ലാഹ് വിരോധിച്ച വിഷയങ്ങളുണ്ട്. കൽപ്പിച്ചതെടുത്തുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം, അല്ലാഹ് വിരോധിച്ചത് കൈയൊഴിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹു തആല കൽപ്പിച്ചത് എടുക്കുന്ന മനുഷ്യരായിരിക്കണം, അല്ലാഹ് വിരോധിച്ച് കൈയൊഴിക്കണം. ഞാൻ അതിന് വേണ്ടി ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്തുകയാണ്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഒരു പരിപാടിയും പാടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിളിച്ചാൽ പോയിക്കൂടെ? പോലീസ് സ്റ്റേഷനിൽ SI വിളിച്ചാൽ നിങ്ങൾ കൃത്യമായി പോകില്ല. നിങ്ങളെ സ്പോൺസർ വിളിച്ചാൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക. അങ്ങനെ ആര് വിളിച്ചാൽ, നിങ്ങളെക്കാൾ വലിയവർ വിളിച്ചാൽ നിങ്ങൾ പോകില്ല. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവശക്തികളും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹ്, അവന്റെ കീഴിലല്ലാതെ വല്ല പോലീസും ഉണ്ടോ? അവന്റെ കീഴിലല്ലാതെ വല്ല രാജാക്കന്മാരും ഉണ്ടോ? അവന്റെ കീഴിലല്ലാതെ ലോകത്തെന്തെങ്കിലും ഉണ്ടോ? ആ രാജാവ് 5 നേരം അവന്റെ മുമ്പിൽ ഹാജരാകാൻ വിളിക്കുമ്പോ അപ്പൊ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മളെ പോലെ നന്ദിയില്ലാത്തവൻ ആരാണ്? നമ്മളെ പോലെ ചിന്തയില്ലാത്തവൻ ആരാണ്? ലോകം മുഴുക്കി അടക്കി ഭരിക്കുന്ന രാജാവ് വിളിച്ചിട്ട് പോകാത്തവൻ? ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന സൃഷ്ടി അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആ നബി തങ്ങളെ വിളിച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരേ അങ്ങേക്ക് സലാം. അവിടുന്ന് എത്ര വലിയ ദർജയിലാണ്, എത്ര വലിയ ഉന്നത പദവിയിലാണ്.
പക്ഷേ അവിടുത്തെ ഉമ്മത്തുകൾക്ക് നേരിൽ വിളിച്ച് സലാം പറയാൻ പറ്റുന്ന വിധത്തിൽ അവിടുത്തെ ഉമ്മത്തുകളോട് വളരെ സ്നേഹമുള്ള നേതാവാണ്. അവിടുന്ന് നമുക്ക് നിർദ്ദേശിച്ചു തന്നു, നിങ്ങൾ എന്നെ വിളിക്കണം, എനിക്ക് സലാം പറയണം. നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും ശരി, ഞാൻ വഫാത്തായതിനു ശേഷമാണെങ്കിലും ശരി, 5 നേരം ഞാനുമായി ബന്ധപ്പെടണം, 5 നേരം എന്നെ വിളിക്കണം, 5 നേരം സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ മക്കളെ, അന്ധവിശ്വാസമല്ല, അവിടുന്ന് പറഞ്ഞതല്ലേ, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദല്ലാഹു റൂഹി ഫഅർദ അലൈഹി സലാം. ആര് എനിക്ക് എവിടുന്ന് സലാം പറയുന്നുണ്ടോ, എന്റെ വഫാത്തിന് ശേഷം ഞാനത് മടക്കും. എന്റെ വഫാത്തിന് ശേഷം മടക്കാൻ എനിക്കുള്ള കഴിവ് തരും. അവിടുന്ന് പറഞ്ഞതല്ലേ. അപ്പൊ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് 5 നേരം സലാം പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് സലാം പറയേണ്ട സമയത്ത് നമ്മൾ കിടന്നുറങ്ങി സുബ്ഹി ഖദാക്കാൻ പറ്റുമോ മുസ്ലിമേ? അതേ സലാം പറയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റുമോ? അതാ മകളുടെയും മകന്റെയും കല്യാണത്തിന്റെ അന്ന് നിസ്കാരം കളാക്കാൻ പറ്റുമോ പെണ്ണേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ വലിയ മകളുണ്ടോ, മകനുണ്ടോ, ബാപ്പയുണ്ടോ, ഉമ്മയുണ്ടോ? അന്ത ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي. ആ പ്രിയപ്പെട്ട നേതാവിനെ വിളിച്ച് സലാം പറയാതെ നമുക്ക് കല്യാണത്തിന്റെ തിരക്ക് പറ്റുമോ ഉമ്മ? ആ സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ പ്രകടനം നടത്താൻ പറ്റുമോ മുസ്ലിമേ? നിസ്കാരം കളാക്കി സമ്മേളനം പറ്റുമോ മുസ്ലിമേ? ഓ മുസ്ലിം സഹോദരന്മാരെ, കൃത്യമായി 5 വക്ത് നിസ്കരിച്ചേ പറ്റൂ. അതേ നിർബന്ധമായ സക്കാത്ത് കൊടുത്തേ പറ്റൂ, നോമ്പെടുത്തേ പറ്റൂ. കഴിവുള്ളവൻ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പോയേ പറ്റൂ. കുടുംബബന്ധം ചേർക്കണം, ഭാര്യമാർക്ക് നന്മ ചെയ്യണം. പാവപ്പെട്ട ഭാര്യമാരെ ചീത്ത പറയരുത്, പാവപ്പെട്ട ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭർത്താക്കന്മാരനുസരിക്കണേ ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ. അയ്യുമംറാത്തിൻ മാതതു വസൗജുഹാ അൻഹാറാൽ ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിൽ കടന്നു. ഭർത്താവിന്റെ പൊരുത്തില്ലാത്ത പെണ്ണ് സ്വർഗത്ത് കിടക്കുവോ? ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഫോണ്, ഭർത്താവ് ബില്ലടക്കുന്നു, എന്നിട്ട് ഭർത്താവ് പൊരുത്തപ്പെടാത്തവൻ ആ ഫോണിൽ ആൾ വിളിക്കുന്നു. ഇത്ര നന്ദി കെട്ട പെണ്ണ് വേറെയുണ്ടോ? സഹോദരിമാരെ, ഭർത്താവിന്റെ പൊരുത്തമുള്ള പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഓ മുഅ്മിനീങ്ങളെ, വഅസ്റൂന ബിൽ മഅറൂഫ്. സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. അവരെ ബാപ്പനെ പറയരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്. അവരെ സ്ത്രീധനം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്, അവരെ നിസ്സാരപ്പെടുത്തരുത്. നല്ല നിലക്ക് പെരുമാറണം. കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പകർത്തണം. കുടുംബബന്ധം ചേർക്കണം, പിണങ്ങരുത്. എല്ലാവരും ഇണങ്ങണോ? ആലിമീങ്ങൾ ജനങ്ങളൊക്കെ ഇണങ്ങണം എന്നാ പ്രസംഗിക്കേണ്ടത്. ഏതെങ്കിലും ഒരാള് സുബ്ഹാനല്ലാഹ് എല്ലാവരും ഒന്ന് നന്നാണോ വിചാരിക്കുമ്പോൾ നന്നാണോ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന വലിയന്മാരുണ്ട്. അല്ലാഹു നന്നാക്കട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ആസ്പത്രി ചെന്ന് നോക്കുമ്പോ, കയറി ചെന്ന് നോക്കുമ്പോ അവിടെയുള്ള ഒരു ഡോക്ടർക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്നു, വേറൊരു ഡോക്ടർക്ക് രക്തം കയറ്റുന്നു, വേറൊരു ഡോക്ടർ അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു, വേറൊരു ഡോക്ടർ അതാ ബാറ്റുന്ന വേദനയായിട്ട് ഇങ്ങനെ വേദനിച്ച് കരയുന്നു. പിന്നെ ഈ ആസ്പത്രിയിലോട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഡോക്ടർമാര് രോഗികളായി പോയാൽ വളരെ മോശമല്ലേ അഹ്മദേ? സുബ്ഹാനല്ലാഹ്. ജനങ്ങളോട് ഗീബത്ത്
പുറത്ത് പറയരുത് എന്ന് പറയുന്നത് അലിമീങ്ങളല്ലേ? നിങ്ങളെ അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് എന്ന് പറയുന്നത് അലിമീങ്ങളല്ലേ? തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുതെന്ന് പറയുന്നത് അലിമീങ്ങളല്ലേ? നിങ്ങൾ ദീപത്തും നമീമത്തും ഫിത്നയും കൊണ്ട് നിങ്ങളെ നാവ് ചീത്തയാക്കരുത്, മനസ്സ് ചീത്തയാക്കരുത്. നിങ്ങൾ കിട്ടുന്ന സമയം ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, അൽഖഫ് ഓതണം, സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ നല്ലത് ചെയ്യണമെന്ന് ഉപദേശിക്കേണ്ടത് പണ്ഡിതന്മാരല്ലേ? പണ്ഡിതന്മാര് സ്റ്റേജും കെട്ടിയിട്ട് ജനങ്ങളോട് പിരിവും വാങ്ങി പൈസയും വാങ്ങി എന്നിട്ട് അതാ സ്റ്റേജ് കെട്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അതാ തീരുന്നത് വരെ മറ്റൊരു ആലിമിന്റെ കുറ്റം, വേറൊരു തങ്ങളെ കുറ്റം, വേറൊരു മുതല്ലിമിന്റെ കുറ്റം, മോമിനീങ്ങളെ കുറ്റം, ഇങ്ങനെ ദൈവത്ത് കൊണ്ട് നിറച്ച് അതാ മനസ്സും നാവും ശരീരവും ഒക്കെ നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഡോക്ടർമാര് രോഗികളായി പോകുന്ന കാലമല്ലേ? തപ്പാതെ അബ്ദുൽ മാലിക്കിൽ ഹസ്റൂനി തങ്ങളോരു ചൊല്ലാലോരാണ്ട് പാർത്തോവർ ഇവണ്ണം അങ്ങാടാടുപ്പാൻ കരുതിയിട്ട് മൂവാണ്ട് കാലം ചുറ്റി നടന്നോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ശൈഖാൻ അബ്ദുൽ മലിക് ഹസ്റൂനി തങ്ങൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കൊടുത്ത ഉപദേശത്തിന്റെ കൂട്ടത്തിൽ ചോദിച്ചൊരു ഉപദേശമാണ്, ഡോക്ടർമാര് രോഗികളായി പോയാൽ വളരെ മോശമല്ലേ അഹ്മദേ? ഓ മുഅ്മിനീങ്ങളെ, വല്ലാത്തൊരു ആഖിർസമാനിലാണ് നമ്മുടെ ജീവിതം കേട്ടോ. പടച്ചറപ്പേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ നീ പിഴപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, അതാ സൽക്കർമ്മത്തിന് ജീവിക്കണം. ചെറുപ്പക്കാരെ, ചെറിയൊരു വസിയ്യത്ത്, വെറുപ്പുണ്ടായിട്ടല്ല, എനിക്ക് ആരോഗ്യമുണ്ടായിട്ടുമല്ല, ഞാൻ എന്റെ വേദന കൊണ്ട് പറയുകയാണ്, വിഷമം കൊണ്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ 2 വർഷം മുമ്പ് രാത്രി 1:30 മണിക്ക് പ്രസംഗിച്ചിട്ട് അവിടുന്ന് മദാമിലേക്ക് പോവാൻ വേണ്ടി വളരെ പെട്ടെന്ന് കാറിട്ട് എങ്ങനെയോ ഓടിക്കൂടെ എത്തണമെന്നുള്ള ബേജാറിന് പോവാണ്. ഒരാൾ വിളിച്ചിട്ട് ഉസ്താദ് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വളരെ അധ്വാനിച്ചു പറഞ്ഞു, നിങ്ങളൊരു മുഖം തന്നില്ല, നിങ്ങൾ പെട്ടെന്ന് പോയി കളിക്കണം. ഞാൻ പറഞ്ഞു, അവിടെ മദാമിൽ പാവപ്പെട്ട കുറെ ആളുകൾ പച്ചക്കറി കച്ചവടക്കാർ, അവർക്ക് കച്ചവടം കഴിഞ്ഞിട്ട് റമദാൻ മാസത്തിൽ 2:30 മണി 3 മണിക്ക് അവർക്ക് ബാഗ് അറിയാം. സുബൈ വരെ കുറച്ചു നേരം വരെ പിന്നെ അത്താഴം കഴിച്ചവർക്ക് ശേഷം ഉറങ്ങും. അപ്പൊ അവർക്ക് വരവ് വരാൻ വേണ്ടി അവിടെ എത്തേണ്ട തിരക്കൊണ്ട് പോയതാണ്. ക്ഷമിക്കണം. നിങ്ങൾ ഞാൻ വന്ന് ഒരു സന്തോഷം പറയാനാണ്. നിങ്ങൾ മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ അന്നത്തെ എല്ലാ കച്ചവടവും പൊളിഞ്ഞു പോയ ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ പലരും എന്നോട് പറഞ്ഞ് മനസ്സമാധാനം കിട്ടാൻ കുറച്ച് കള്ളുടിക്കണം, കുറച്ച് ലഹരി കുടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾ വന്നപ്പോഴോട് പറഞ്ഞു, നിങ്ങളോട് ദിക്ർ എഴുതി തന്നിരുന്നു, ഞാനത് ചൊല്ലി എനിക്കിപ്പോൾ അല്ലാഹുവിന്റെ നല്ല ഞാനത്ത് എന്ന് കുറെ കച്ചവടമൊക്കെ ഉണ്ട്, അതിന് സന്തോഷം പറയാൻ വേണ്ടി ആയിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിൽ വരണം, സിറാജ് മുതൽ വരണം, സിറാജ് മുതൽ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്, ഒരു സെന്റിന് 3.5 ലക്ഷം രൂപയാണ്, ഒരു സെന്റ് നിങ്ങളും തരണമെന്ന് പറയുന്നു. നമ്മുടെ പരിപാടിക്ക് അങ്ങനെയാണ്. അല്ലാണ്ട് ഇങ്ങനെ അള്ളാന്റെ ദീനി നമ്മൾ കണ്ടോ വെച്ചാൽ നടക്കുക പിരിവെടുത്തിട്ടില്ലാതെ നമ്മളെ ശരിയായ നിലയിൽ തുറന്ന് ചോദിക്കല്ലേ. അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവെടുത്തിട്ടില്ല ദീനി നടത്തി, നമ്മൾ തന്നെ നടത്തുന്നു. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ബരിയും ചെയ്തു, 3.5 ലക്ഷം രൂപ തരികയും ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അതിന്റെ ശേഷം ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന് മനക്ലേശമുണ്ടാകുമ്പോ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് കണ്ടുപിടിക്കാനാണ്. വല്ലാത്തൊരു ലോകം തന്നെ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ. നിങ്ങൾ നജസ് കുടിക്കരുതേ. കാട്ടത്തെക്കാളും മൂത്രത്തെക്കാളും ഗൗരവമുള്ള നജസാണ് ലഹരി. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, കാട്ടിച്ചാലും മൂത്രവിച്ചാലും ക്ലീനക്സ് കൊണ്ട്, ടിഷ്യൂ കൊണ്ട്, കല്ലുകൊണ്ട്, കട്ട കൊണ്ട് തുടച്ചാല് നിസ്കരിക്കാൻ പറ്റും അല്ലേ? കല്ലുകൊണ്ട് മനച്ച് നിസ്കരിച്ചൂടെ? അതേസമയത്ത് ഒരൊറ്റ ഉറ്റ് കള്ള്, ഒരൊറ്റ ഉറ്റ് ബ്രാൻഡി, വിസ്കി നമ്മളെ ശരീരത്തിലോ തുണിയിലോ ഉറ്റിപ്പോയാൽ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കാരം സഹീഹല്ല. എത്ര ഗൗരവമുള്ള നജസാണത്. ഇനിയും അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. ആ നജസ് കുടിക്കരുതേ മുസ്ലിമീങ്ങളെ. ഈമാൻ തെറ്റിപ്പോയാൽ അത് നമുക്ക് നഷ്ടമല്ലേ. ഞാൻ വേദനയോടെ പറയുന്നേ, ഞാൻ സിറാജുൽ ഹുദയിൽ വന്നിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എന്നെ ഏൽപ്പിച്ചൊരു സ്വർണത്തിന്റെ ഒരു ചെയിനുണ്ട്. തൂവക്കുന്നിൽ നിന്ന് ഒരു ആൾ കൊണ്ടുവന്ന് തന്നതാണ്. അത് തൂവക്കുന്നു അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു സാസിൽ കൂത്തുപറമ്പിൽ കൊണ്ടുവന്ന് തന്നതാണ്. അത് തന്നത് എന്താണ്? അത് തന്നത് പാമ്പ് കടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ.
ആ പാമ്പ് പിടിച്ച കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി കാലിന്റെ തണ്ടയിലുള്ള സ്വർണം നേർച്ചയാക്കിയതാണ്. അൽഹംദുലില്ലാഹ് കുട്ടി രക്ഷപ്പെട്ടു. ആ സ്വർണം കൊടുക്കാൻ ഞാൻ ഓഫീസിലുള്ള കൗണ്ടറിലുള്ള ആളെ കൊണ്ട് വിളിക്കുമ്പോ വേറെ ഒരാൾ 2 സ്വർണവും കൊണ്ടുവരുന്നു. അദ്ദേഹം നമ്മളൊരു റിസീവറാണ്. അദ്ദേഹം പറയുന്നത് ഒരാൾ തന്നതാണ്, ഒരു സ്ത്രീ തന്നതാണ്. ആ സ്ത്രീ ഉസ്താദിനോട് വേർക്കാൻ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? ഭർത്താവ് കള്ളു കുടിച്ചിട്ട് നിവൃത്തിയില്ല, അതൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എത്ര മുഅ്മിനീങ്ങളുണ്ട് ഇവിടെ, എത്ര മുതഅല്ലിമീങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾക്കുണ്ടോ വല്ലതും പരിഹരിക്കാൻ കഴിയുന്നു? എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന രാജാവ് നീയല്ലേ. അദ്ദേഹത്തിന്റെ ആ ദുസ്വഭാവം അതുപോലെ ഞങ്ങളുടെ സദസ്സിലോ ഞങ്ങളെ പ്രസംഗത്തിന്റെ സീഡി കേൾക്കുന്നവരിലോ ആരെങ്കിലും ദുർബല നിമിഷങ്ങളിൽ ദൗർബല്യത്തിൽ അടിമപ്പെട്ട് അതാ ലഹരി കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മനസ്സിൽ നിന്ന് അതിന് വെറുപ്പ് കൊടുത്ത് നീ അവരതിൽ നിന്ന് അകറ്റണേ റഹ്മാനേ. ആ പെണ്ണിന്റെ മനസ്സിന്റെ വേദന നിനക്കറിയും. അദ്ദേഹത്തെ നന്നാക്കി അവർക്ക് കുടുംബജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ലഹരി അത് നജസാണ്, വളരെ കടുപ്പമുള്ള നജസാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കൊല്ലം ഞാൻ സെയ്ത്തിൽ വേദന ചെന്നപ്പോ രാത്രി സമയം കുറെ കഴിഞ്ഞിട്ട് താടി ഒപ്പിക്കാൻ ഒറ്റ ബാർബർ ഷാപ്പും തുറന്നിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഒരു ബാർബർ അബ്ദു എന്നാണ് പേര്, നമ്മളെ പ്രവർത്തകനാണ്. അബ്ദു പറഞ്ഞു ഞാൻ തുറന്നിട്ട് നിങ്ങൾക്ക് താടി ഒപ്പിച്ചു തരാം. തുറന്ന് താടി ഒപ്പിക്കുമ്പോ അബ്ദു എന്നോട് പറയാണ് 100 ദിർഹം ഞാൻ സിറാജിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുറഞ്ഞ സമയം കിട്ടാൻ വേണ്ടി. അപ്പൊ അൽഹംദുലില്ലാഹ് അതും പറഞ്ഞിട്ട് അബ്ദു പിന്നെ എന്നോട് പറയാണ് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ സെയ്ത്തിൽ വന്ന് വേദ് പറഞ്ഞു, കള്ളു കുടിക്കുന്നതിനെതിരെ ശക്തിയായിട്ട് പറഞ്ഞു. അത് കേട്ട ഒരാൾ, കള്ളു കുടിക്കുന്ന ഒരാൾ പള്ളിയിൽ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞില്ല ജീവിതത്തിൽ പിന്നെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. പടച്ചറബേ തൗഫീഖ് കൊടുക്കുന്ന രാജാവ് നീയാണ്, ഖൽബിൽ പ്രകാശം നൽകുന്ന രാജാവ് നീയാണ്. ആർക്ക് അത്തരം തെറ്റുകളിൽ പെട്ടുപോയവരുണ്ടോ അവർക്ക് അതിൽ നിന്ന് തൗബ ചെയ്ത് നന്നാകാൻ ഭാഗ്യം കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്കും ഈ നല്ലതിന് ഭാഗ്യം തരണം റഹ്മാനേ. ഓ മുസ്ലിമീങ്ങളെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യരിബ മുസ്കിറൻ, ലഹരിയുള്ളത് വല്ലവരും കുടിച്ചാൽ അവനെ അല്ലാഹു തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു എന്താ നബിയെ തീനത്തുൽ ഖബാൽ? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് അതേ അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാര ശരീരത്തിൽ നൊലിക്കുന്ന നീരാണത്, നരകക്കാര ശരീരത്തിൽ നൊലിക്കുന്ന ചലമാണത്. നരകത്തിലെ 1ാമത്തെ മെമ്പർ അബൂജഹല്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ തലവെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പറഞ്ഞ ദുഷ്ടൻ. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അതാ കുട്ടികളെ കൊണ്ട് അത് എടുത്തുകൊണ്ടുവന്നൊരു ദുഷ്ടനെ കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ അത് നോക്കി ചിരിച്ച ദുഷ്ടൻ അബൂജഹൽ. ആ അബൂജഹൽ നരകത്തിൽ തീപ്പൊള്ളി ശരീരം പഴുത്തിട്ട് ഇങ്ങനെ ചലമൊലിക്കുമ്പോ ആ ചലം കുടിക്കേണ്ടി വരുന്നവരെക്കാൾ ഗതികെട്ടവരാരാണ് മുസ്ലിമേ? ജീവിതത്തിൽ ലഹരി കുടിക്കല്ല കേട്ടോ. അതേ സമയത്ത് പുറത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസർ മുക്കി വിതരണം ചെയ്യുമ്പോൾ ഇന്നനാ നർജു ഇലാ കൗസി ഹൗലിക ലില്ലഫസ് യൗമ നശരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി സ്വല്ലല്ലാഹു അലൈഹി നബി والسلام على الرسول الشفيع الرحيم والحبيب العربي. അവിടുത്തെ ഹൗദുൽ കൗസർ തട്ടപ്പെട്ടാൽ
അത് വലിയ നഷ്ടമല്ലേ? നമ്മുടെ തൊട്ടടുത്ത് നിന്ന് വയത് കേട്ടവൻ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പാർക്കുന്നവൻ, അവരതാ നബിതങ്ങളുടെ പ്രശോഭിതമായ മുഖത്ത് നോക്കി അവിടുത്തെ ഹൗദുൽ കൗസർ വിതരണം ചെയ്യുമ്പോ, സഹാബത്ത് അതിനു വേണ്ടി ഒത്താശ ചെയ്യുമ്പോ, ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിന്റെ ചലന്ന കേണ്ടി വന്നാൽ അത്ര വലിയ ഗതികേട് വേറെയുണ്ടോ മുസ്ലിമേ? അതുകൊണ്ടൊരിക്കലും മദ്യപാനത്തിലേക്ക്, ലഹരിയിലേക്ക് പോകരുതേ മുസ്ലിമീങ്ങളെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആനവരുടെ ഒരു ശിഷ്യന് മരണമാസന്നമായപ്പോൾ ആ മകന്റെ ആ ശിഷ്യന്റെ സമീപത്തിൽ നിന്ന് സൂറത്ത് യാസീൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു, ഓതണ്ട, ഖുർആൻ ഓതണ്ട. ചിലപ്പോ ഇങ്ങനെ ഗതികേടാണ്, ഞാൻ മരിച്ച എന്റെ ഖുർആൻ ഓതണ്ട, എന്റെ വൈദ്യുതി ഖുർആൻ ഓതണ്ട എന്ന് പറഞ്ഞ ഗതികേടാണ്. അല്ലാഹു കാക്കട്ടെ. അല്ലാച്ചി കടത്തിന് മരിച്ച വൈദ്യുതി ഒരാളെ ഖുർആൻ ഓതായിരുന്നു. അപ്പൊ ഒരു ചങ്ങാതി ഓതണ്ട, മരിച്ചാക്ക് ഫലം കിട്ടൂല. അവിടെ അഹമ്മദാജി എന്നാ നാട്ടുകാരനാ, അത് മുലിയാറൊന്നല്ല, പക്ഷെ ബുദ്ധിണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, മോനെ എന്താ ഇനി പറഞ്ഞു? മരിച്ച സ്ഥലത്ത് വൈദ്യുതി ഖുർആൻ ഓതണ്ട, മരിച്ച വൈദ്യുതി ഫലം കിട്ടൂല. പിന്നെ അഹമ്മദാജി ചോദിച്ചു, ഓതുന്നാണ് ഫലം കിട്ടൂല മോനെ? കിട്ടുമല്ലോ, പിന്നെ നീ എന്തിനാ പുറത്തുനിന്ന് നോക്കിയാണ്? ഓതുന്നാക്ക് ഫലം കിട്ടൂന്ന് നീ തന്നെ പറയും, പിന്നെ നീ എന്തിനാ പുറത്തുനിന്ന്? പിന്നെ ഇവരൊന്നും വിടാനില്ല. ഓരോരോ വിവരം കിട്ടാൻ നീര് മസാലാക്കാൻ ഈ കെട്ടേ സുഹൃത്തുക്കളെ. ോട് പറയുന്നു, വേണ്ട ഖുർആൻ ഓതണ്ട. അപ്പൊ മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പ്രസംഗം തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹ് എന്ന് ആദ്യം കേൾപ്പിച്ചു ബാങ്ക്, അവസാനം പറയേണ്ടതോ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണം. അല്ലാഹുവേ അതിന് ഭാഗ്യം തരണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഇവൻ പറയുന്നില്ല, ഞാനത് ചൊല്ലൂല, ഞാനത് പറയൂല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചുപോയി അവൻ. സുബ്ഹാനല്ലാഹ്, ആഖിബത്ത് നന്നായില്ല, ആഖിബത്ത് ചീത്തയായി പോയി. ഈമാൻ രക്ഷിക്കണം, ഈമാൻ രക്ഷിക്കേണ്ട നിലയ്ക്ക് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, 40ഓളം ദിവസം ഉസ്താദായ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ മടിയായി പോയി, ടെൻഷനായി പോയി. ഒരു ദിവസം ഉറക്കിൽ കാണുന്നു ശിഷ്യനെ ചങ്ങലക്കിട്ട് മലായികത്ത് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. എന്ത് പറ്റിയടോ, നീ വലിയ പ്രഗത്ഭനായ ശിഷ്യനല്ലേ, എന്റെ നിനക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുമ്പോ മഹാനവറുകളോട് മറുപടി, ഉസ്താദേ 3 തെറ്റുകൾ എന്റെ ആഖിബത്ത് മോശമാക്കി കളഞ്ഞു. അതിലൊരു തെറ്റെന്താണ്? ഒരു തെറ്റ്, എനിക്കൊരു രോഗമുണ്ടായിട്ട് കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു കോപ്പ കള്ള് കുടിക്കണമെന്ന് വൈദ്യന്മാര് പറഞ്ഞു. ഞാനങ്ങനെ ചികിത്സക്ക് വേണ്ടി ഒരു കോപ്പ കള്ള് കുടിച്ചു പോയി. മറ്റൊരു കാര്യം, എന്റെ മനസ്സിന് അസൂയയാണ്. അല്ലാഹു ഒരാൾക്ക് നിയമത്ത് കൊടുക്കുമ്പോൾ എന്റെ മനസ്സിന് അസൂയയാണ്. അതുകൊണ്ട് എന്നെ പോലുള്ള മറ്റ് പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു തആല പദവി കൊടുക്കുമ്പോ, അവർക്കുള്ള ശിഷ്യന്മാരെ കൊടുക്കുമ്പോ, അവരെ സദസ്സിൽ അല്ലാഹു ആളെ കൊടുക്കുമ്പോ, അവർക്ക് ശിഷ്യന്മാരെ കൊടുക്കുമ്പോ, അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കൊടുക്കുമ്പോ, അവർക്ക് ഒരുപാട് നല്ല കാര്യത്തിന് തൗഫീഖ് കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ അവരോട് അസൂയയായിരുന്നു. അങ്ങനെ അസൂയ എന്ന രോഗം എന്നെ പിടികൂടിപ്പോയി. 3ാമത്തത് ഉസ്താദേ, അതാ ഉസ്താദിന്റെ ശിഷ്യന്മാര് പലരുമില്ലേ, എന്നാൽ ഉസ്താദിന്റെ ചില ശിഷ്യന്മാരെയും ഉസ്താദിനെയും തെറ്റിക്കാൻ വേണ്ടി ഞാൻ ഫിത്നയും ഫസാദും പറഞ്ഞു. ഞാൻ ഉസ്താദിനോട് ചിലപ്പോ പറയും, ഉസ്താദിനെ സംബന്ധിച്ച് പറയാത്ത വാചകങ്ങൾ ശിഷ്യന്മാര് പറഞ്ഞു എന്ന് ഞാൻ ഫിത്ന പറയും, അല്ലെങ്കിൽ പറഞ്ഞത് വളച്ചൊടിച്ച് പറയും, അല്ലെ ദുർവ്യാഖ്യാനം ചെയ്ത് പറയും, അല്ലെങ്കിൽ ഉസ്താദ് പറയാത്ത ശിഷ്യന്മാരോടും നിങ്ങളെ പറ്റി ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഫിത്ന പറയും. അങ്ങനെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞുപോയി. ഈ 3 കാരണത്താൽ എന്റെ ആഖിബത്ത് ചീത്തയായി പോയി. അല്ലാഹു കാക്കട്ടെ. സൽക്കർമ്മങ്ങളിലൂടെ ഈമാൻ രക്ഷിക്കണം, ദുഷ്കർമ്മങ്ങൾ കൈയൊഴിച്ചുകൊണ്ട് ഈമാൻ രക്ഷിക്കണം. ഈമാനിന്റെ വെളിച്ചം അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ് കേട്ടോ. അല്ലാഹു നമ്മളെ
മനുഷ്യരാക്കി, അല്ലാഹ് നമ്മളെ മുഅ്മിനീങ്ങളാക്കി. ആ റബ്ബിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകൂല. മരിക്കുന്നവരെ അൽഹംദുലില്ലാഹ് പറഞ്ഞാ മതിയാകൂല. മരിക്കുന്നത് വരെ പാവപ്പെട്ടവർ തന്ന നാവ് കൊണ്ട് മരണം വരെ വയത് പറഞ്ഞാ മതിയാകൂല. ഖുർആൻ ഓതിയാലും മതിയാകൂല. സ്വലാത്ത് ചൊല്ലിയാ മതിയാകൂല. മതിയാകൂല. അല്ലാഹുവിന്റെ നിഅമത്തുകൾ എണ്ണിയാ തീരൂല. അല്ലാഹ് പുറത്തു തരുന്ന രാജാവാണ്, കാരുണ്യം തരുന്ന രാജാവാണ്. അവന്റെ നിയമത്ത് എണ്ണി തീർക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് നിനക്ക് നന്ദി ചെയ്യാൻ കഴിവില്ല അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ്, ആഖിറു സമാനിലെ ചണ്ടിടവറുകളാണ്. ഞങ്ങൾക്ക് നിന്റെ പൊറുക്കലല്ലാതെ നിന്റെ കാരുണ്യമല്ലാതെ രക്ഷക്ക് വഴിയില്ല അല്ലാഹ്. ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്.